إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരാണ് അഹ്ലുസുന്ന എന്ന വിഷയത്തിലാണ് നാം ഇന്നൊരു സംസാരം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. യഥാർത്ഥ ഇസ്ലാമിൻ്റെ അഹ്ലുകാരാരാണ് എന്നതാണ് ഈ ഒരു വിഷയത്തിൻ്റെ മർമ്മം എന്നുള്ളത്. കാരണം വ്യത്യസ്ത കക്ഷികളായും ഗ്രൂപ്പുകളായും ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചിരിക്കുകയാണ്. അവരുടെ റബ്ബ് ഒന്നാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റിസാലത്തുമായി പറഞ്ഞയച്ച നബി ഒന്നാണ്. ആ നബിയുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഗ്രന്ഥം ഒന്നാണ്, കിതാബ് ഒന്നാണ്. പക്ഷേ ആ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, ആ നബി അംഗീകരിക്കുന്ന, ആ കിതാബിനെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയും വ്യത്യസ്ത കക്ഷികളായും ഗ്രൂപ്പുകളായും പരസ്പരം പോരടിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരാണ് ശരിയുടെ ആളുകൾ? എങ്ങനെയാണ് ഇത്തരം കക്ഷികളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും ഏറ്റവും ശരിയുടെ മാർഗം നമ്മൾ മനസ്സിലാക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ കുറഞ്ഞ സമയത്ത് നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത്. സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരുപാട് കക്ഷികൾ, ഒരുപാട് ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ ഉപഗ്രൂപ്പുകൾ, ഇങ്ങനെ വ്യത്യസ്ത കക്ഷികളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരികളായി തിരിയുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്തായിരിക്കണം? എല്ലാവരും ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണോ? എല്ലാവരും ശരി തന്നെ ആയിരിക്കും, എല്ലാം സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി തന്നെയാണ് എന്ന രൂപത്തിലുള്ളൊരു നിലപാടാണോ നമ്മൾ സ്വീകരിക്കുക? അതല്ല, എല്ലാം കണക്കാണ്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയാണ്, അതുകൊണ്ട് ആരിലും ഒരു നന്മയില്ല, ഞാൻ ഈ ഒരു മേഖലയിൽ തന്നെ ഇനിയില്ല, അവനവൻ്റെ നിസ്കാരവും നോമ്പൊക്കെ നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നൊരു തീരുമാനമാണോ നമുക്കുള്ളത്? അല്ലെങ്കിൽ ഈ രണ്ടാലൊരു തീരുമാനമായിരിക്കും മിക്കവാറും ആളുകൾക്കിടയിൽ ഉണ്ടാവുക. സഹോദരങ്ങൾ, അതിൽ ഒന്നാമത്തെ തീരുമാനം എല്ലാവരും ശരി തന്നെയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു തുല്യ ദൂരം ഞാൻ പാലിക്കും, ആരെയും എനിക്ക് മോശമായി കാണാനോ ചെറുതായി കാണാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായി തന്നെ നമ്മൾ ചിന്തിച്ചാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവൻ എല്ലാവരും ശരിയാണെന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പുറത്തൊരു കക്ഷിയുണ്ട്, അവൻ പറയുന്നുണ്ട് എല്ലാം ശരിയല്ല, ഒന്നേ ശരിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇവൻ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഈ വ്യക്തി അവൻ്റെ വാദം കൂടി അംഗീകരിക്കേണ്ടി വരും, അവൻ്റെ വാദം എല്ലാം ശരിയല്ല എന്നാണ്. അപ്പോൾ അത് തന്നെ പരസ്പര വൈരുദ്ധ്യമായ കാര്യമാണ്, അതൊരിക്കലും ശരിയാവുകയില്ല, ശറഇൻ്റെ തെളിവുകളോടും യോജിക്കാത്ത കാര്യമാണ്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു, ചിലർ പറയും എല്ലാം കണക്കാണ്, നമ്മളങ്ങനെ ഒന്നിനും പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല, ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഉപേക്ഷിക്കണോ? എനിക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയണോ? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ആ ഒരു നിലപാടുകാരാണെന്ന് അവരുടെ പ്രവൃത്തികളിലൂടെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ നാവ് കൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും, കാരണം അവരിതിനെക്കുറിച്ച് പഠിക്കാനൊന്നും തയ്യാറാകുന്നില്ല.
എല്ലാതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ഞാൻ എൻ്റെ വഴിക്കും നടക്കും എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം ദീനിന് എത്രമാത്രം നിസ്സാരമായ വിലയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ആ നിലപാടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഭൗതികമായ, നമ്മുടെയൊക്കെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പോലും നമ്മളൊക്കെ എത്ര കണ്ടന്വേഷിച്ച് പഠിച്ചാണത് വാങ്ങിക്കുന്നത്. ഒരു 15,000 20,000 ഒക്കെ കൊടുത്ത് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പോലും നമ്മളതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചും അതിന് കേടുപാടുണ്ടായാൽ അത് മാറ്റി കിട്ടുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല നിലക്കുമൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊരു ചെറിയൊരു വസ്തു പോലും വാങ്ങിക്കുന്നത്. നമ്മൾ ഭൗതികമായ ഓരോ കാര്യങ്ങളും അല്ല, ബുദ്ധിയുള്ളവർ അങ്ങനെ തന്നെയാണ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോരൂല. ആ ദുനിയാവിന് കൊടുക്കുന്ന ഒരു വില പോലും, നിസ്സാരമായ ആ ഒരു ദുനിയാവിന് കൊടുക്കുന്ന ഒരു വില പോലും ഈ ദീനിൻ്റെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലാകുമ്പോൾ ശരി ഏതെന്ന് കണ്ടുപിടിക്കാൻ പലർക്കും സമയമില്ല. എനിക്ക് എൻ്റെ ദുനിയാവുമായി മുന്നോട്ട് പോകണം, എൻ്റെ ഉപജീവനവുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് മറ്റ് പല പണികളാണ് ഇവിടെ ഉള്ളത്, ഞാൻ വേറെന്തോ കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്, ദീനിന് വേണ്ടിയിട്ടൊന്നുമല്ല. അത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മുന്നിൽ വിളമ്പി തന്നാൽ ഞാൻ എടുത്തോളാം, അല്ലാതെ എന്നെക്കൊണ്ടത് പഠിക്കാനോ മനസ്സിലാക്കാനോ അതിൽ ശരി തെറ്റുകൾ വേർതിരിച്ച് നെല്ലും പതിരും വേർതിരിച്ച് അങ്ങനെ പഠിക്കാനൊന്നും എനിക്ക് വയ്യ എന്നൊരു മട്ടാണ്. സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ, നമ്മളെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണിത്. നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണിത്. ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാകുമെന്നും മുസ്ലിമീങ്ങൾ ഒറ്റ ജമാഅത്തായി ഒറ്റക്കെട്ടായി പോകുകയില്ല എന്നും 1400 വർഷം മുമ്പ് തന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്കാർക്കും അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല, അതില്ലാതാക്കാനും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ നിയമത്തിൽപ്പെട്ട കാര്യമാണത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ്. ബനു ഇസ്രായേലുകാർ 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. ഇന്ന ബനി ഇസ്രായേൽ തഫറഖത് അലാ 72 മില്ല. ബനു ഇസ്രായേലുകാർ 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. യഹൂദരെ കുറിച്ചാണ് പറഞ്ഞത്. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. ഈ ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുക തന്നെ ചെയ്യും. ആർക്കും തടയാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ള വഴിയിലേക്കാണ്. അഥവാ എല്ലാം സത്യമല്ല എന്ന് ശറഇന്റെ തെളിവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് ഇതാണ്. എല്ലാം നരകത്തിൻ്റെ വഴിയിലേക്കാണ്, ഇല്ല വാഹിദ, ഒരു വിഭാഗമുണ്ട്, ഒരു വഴിയുണ്ട്, അത് നരകത്തിലേക്കല്ല, അത് സ്വർഗത്തിലേക്കാണ്. സ്വഹാബികൾ ജിജ്ഞാസയോട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, മൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ആ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിലാണോ അത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഭിന്നിച്ചു പോകുക, വ്യത്യസ്ത കക്ഷികളായി തീരുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. രോഗം കൊണ്ട് നമുക്ക് പരീക്ഷണം ഉണ്ടാകാറുണ്ട്. നിർഭയത്വമില്ലാതെ മുസ്ലിമീങ്ങൾ പലരും പരീക്ഷിക്കപ്പെടാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടാറുണ്ട്. അതുപോലൊരു പരീക്ഷണം തന്നെയാണ് ദീൻ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളിലായി ആളുകൾ പറയുകയും അങ്ങനെ വ്യത്യസ്ത കക്ഷികളായി തിരിയുകയും ചെയ്യുക എന്നുള്ളത് ഒരു പരീക്ഷണം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്രകൂ, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടേക്കും അൻ യഖൂലു ആമന്ന, നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, മുസ്ലിമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ഒരു പരീക്ഷണവും ഇല്ല, നേരെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി അള്ളാഹു അവനെ വിട്ടേക്കുമെന്ന് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷണമൊന്നും വരികയില്ല എന്ന്. സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പരീക്ഷണം ഉണ്ടാകും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളും ഇങ്ങനെ തന്നെയാണ് പരീക്ഷിക്കപ്പെട്ടത്. യഹൂദർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ നിയോഗിച്ചപ്പോഴും അവരും ഇത്തരം വ്യത്യസ്ത കക്ഷികളായി തീർന്നിട്ടുണ്ട്. അവരിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പോകുന്നുള്ള വഴി തിരഞ്ഞെടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിൻ്റെ വഴിയിലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാകും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും ഇതേപോലെയുള്ള പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ഇത് ആദ്യമായിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, ആരാണ് സത്യത്തോടുകൂടി ഈ സത്യസാക്ഷ്യം
സിദ്ഖോടുകൂടി സത്യസന്ധതയോടുകൂടി പറഞ്ഞത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, പ്രഖ്യാപിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു പരീക്ഷണം തന്നെയാണ് ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത കക്ഷികളും ഗ്രൂപ്പുകളൊക്കെ ആയി തീരുക എന്നുള്ളത്. അതുകൊണ്ട് അതിലെ രക്ഷാമാർഗം ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്നും നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളുമുള്ള മാർഗം എന്നാണ്. മാ അന അലൈഹി, ഞാനുള്ള മാർഗം, അതാണ് അഹ്ലുസുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ മാർഗം. വഅസ്ഹാബി, എൻ്റെ സ്വഹാബികൾ നിലകൊണ്ട മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് അൽ ജമാഅ. ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിശ്വസിച്ച, അവർ സഞ്ചരിച്ചിട്ടുള്ള സുന്നത്തിൻ്റെ മാർഗം, സ്വഹാബികൾ ഒരുമിച്ചിട്ടുള്ള ആ മാർഗം, അതാണ് രക്ഷയുടെ മാർഗം എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബികളുടെ മാർഗം മാത്രമാണ് ശരി. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം അത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണിത്. ഹിജറ 456 വഫാത്തായ ഇബ്നു ഹസ്ം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. വ അഹ്ലുസുന്ന അല്ലദീ നസ്കുറുഹും അഹ്ലുൽ ഹഖ്, അഹ്ലുസുന്ന അവരാണ് സത്യത്തിൻ്റെ ആളുകൾ. വമൻ അദാഹും ഫഅഹ്ലുൽ ബിദ്അ, അവരല്ലാത്ത ആളുകളെല്ലാം ബിദ്അത്തിൻ്റെ, ദീനിൽ പുതുതായി വിശ്വാസകാര്യങ്ങളാകട്ടെ കർമ്മങ്ങളാകട്ടെ കൊണ്ടുവന്ന ആളുകളാണ്. ഫഇന്നഹും അസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സ്വഹാബികളാണ്. വകുല്ലു മൻ സലക നഹ്ജഹും മിൻ ഖിയാരി താബിഈൻ റഹ്മത്തുള്ളാഹി അലൈഹിം, അതുപോലെ സ്വഹാബികളെ പിൻപറ്റിയിട്ട് വന്ന താബിഈങ്ങൾ. കാരണം സ്വഹാബികൾക്ക് ശേഷം സ്വഹാബികളെ കണ്ട താബിഈങ്ങൾ അവരിൽ വ്യത്യസ്ത ചേരികളുണ്ടായിട്ടുണ്ട്. എന്നാൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരു ചേരിയും ഉണ്ടായിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഉടലെടുക്കുന്നത് സ്വഹാബികളുടെ കാലത്ത് തന്നെയായിരുന്നു. പക്ഷെ അവരിൽ ഒരു ഗ്രൂപ്പിലും ഒരു ചേരിയിലും സ്വഹാബികൾ ചേർന്നിട്ടില്ല. ഖവാരിജുകളുടെ ഗ്രൂപ്പുണ്ടായി, ഖദരിയാക്കളുടെ ഗ്രൂപ്പുണ്ടായി, ഷീഇകളുണ്ടായി, അവരിലൊന്നും സ്വഹാബികൾ ഉണ്ടായിട്ടില്ല. സ്വഹാബികളെ കണ്ട ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബികളും സ്വഹാബികളുടെ മാർഗം പിന്തുടർന്ന താബിഈങ്ങളും അവരാണ് അഹ്ലുസുന്ന. തീർന്നില്ല. സുമ്മ അസ്ഹാബുൽ ഹദീസ്, പിന്നീട് അവരെ പിൻപറ്റി വന്ന ഹദീസുകൾ. വമൻ ഇത്തബഅഹും മിനൽ ഫുഖഹാഇ ജൈലൻ ഫജൈലൻ ഇലാ യൗമിന ഹാദാ, അവരെ പിൻപറ്റി വന്ന മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ആ മാർഗത്തിലാണ്. ഔ മൻ ഇഖ്തദാ ബിഹിം മിനൽ അവാം, അതുപോലെ സാധാരണക്കാരായ ആളുകൾ, ഇവരെയൊക്കെ പിൻപറ്റി ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ. ഫി ഷർഖിൽ അർളി വ ഗർബിഹ, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറൊക്കെ ഉള്ള സാധാരണക്കാരായ ആളുകൾ. അപ്പോൾ അവരൊക്കെ മാർഗം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ പിൻപറ്റിയ താബിഈങ്ങൾ, അവരെ പിൻപറ്റിയ അത്ബാഉ താബിഈങ്ങൾ, അഇമ്മത്തുകൾ, മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ, ഇവരുടെ അതേ ശ്രേണിയിൽ ഇവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന, ഇവർ ചെയ്യുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ്. അതല്ലാതെ മറ്റാരുമല്ല. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ, എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ്, മുഫസ്സിറാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഹിജ്റ 774 വഫാത്തായ മഹാനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? എല്ലാവരും അവകാശവാദം പറയുന്നുണ്ട്, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളാണ് എന്നുള്ളത്. അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾ ആരായിരിക്കണം? ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു, അൽ മുതമസ്സികൂന ബി കിതാബില്ലാഹ്, അത് അള്ളാഹിൻ്റെ കിതാബ് മുറുകെ പിടിക്കുന്നവരാണ്. ഖുർആനിലുള്ള കൽപ്പനകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. വസുന്നത്തി റസൂലിഹി വസുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. വബിമാ കാന അലൈഹി സദ്റുൽ അവ്വൽ, ആദ്യകാല തലമുറയും പിൻപറ്റുന്നവരാണ്. മിനസ് സഹാബത്തി വത്താബിഈൻ വഅഇമ്മത്തിൽ മുസ്ലിമീന ഫീ ഖദീമി ദഹരി വഹദീസിഹി, സഹാബികളും താബിഈങ്ങളും ആദ്യകാലക്കാരും ശേഷക്കാരുമായ മഹാന്മാരായ പണ്ഡിതന്മാരെയും പിൻപറ്റുന്ന ആളുകളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. മഹാനായ ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് അഹ്ലുസുന്നത്തിൻ്റെ അഖീദ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വസുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, അവിടുന്ന് സഞ്ചരിച്ച പാതയാണ്. വൽ ജമാഅ, അൽ ജമാഅ എന്ന് പറയുന്നത് മജ്തമ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബികൾ ഒരുമിച്ച മാർഗമാണ്. ഫി ഖിലാഫത്തി അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ, അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും റിദ്വാനുല്ലാഹി അജ്മഈൻ, അവരുടെ മാർഗത്തിൽ ഒരുമിച്ചതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു സംഘടനയുടെയോ ഏതൊരു ഗ്രൂപ്പിൻ്റെയോ പേരല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന, അത് വിശ്വാസ കാര്യങ്ങളിലാകട്ടെ അവരുടെ കർമ്മങ്ങളിലാകട്ടെ ഏതേത് മാർഗങ്ങളിലാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന, അവിടുന്ന് ദീൻ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അവരുടെ ഒരു വിശേഷണം മഹാനായ അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഒന്നുകൂടി പറയുന്നുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പറയുന്നു. യഖൂലുൻ, അവർ പറയും, ഫീ കുല്ലി ഫിഅലിൻ വ ഖൗലിൻ, ഏതൊരു കർമ്മമാകട്ടെ ഏതൊരു സംസാരമാകട്ടെ, ലം യസ്ബുത് അനി സഹാബ ഹുവ ബിദ്അ, അത് സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ബിദ്അത്താണെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുക. എന്തുകൊണ്ടാണ്? ലിഅന്നഹു ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, കാരണം ആ പറഞ്ഞ വാക്ക്, ആ പറഞ്ഞ വിശ്വാസം, ആ പറഞ്ഞ ആചാരം അത് ഖൈറായിരുന്നെങ്കിൽ സ്വഹാബികൾ അതെന്തായാലും ചെയ്യുമായിരുന്നു. കാരണം ലിഅന്നഹും ലം യത്രുകൂ ഖസ്ലതൻ മിൻ ഖിസാലിൽ ഖൈരി ഇല്ലാ വഖദ് ബാദറു ഇലൈഹ, കാരണം സ്വഹാബികൾ ഒരു ഖൈർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, ധൃതിപ്പെട്ട് അതിലേക്ക് മുന്നേറുന്നവരാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത്, സ്വഹാബികൾ പറയാത്തൊരു വിശ്വാസം, സ്വഹാബികൾ പ്രവർത്തിക്കാത്തൊരു പ്രവൃത്തി ഒരാൾ ദീനിൽ നല്ലതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അത് ബിദ്അത്താണ് എന്നാണ്. കാരണം അത് ഖൈറായിരുന്നെങ്കിൽ സ്വഹാബികളെക്കാൾ മുൻകടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അതുപോലെ വിശ്വസിച്ച് അതുപോലെ പ്രവർത്തിച്ച് അള്ളാഹിൻ്റെ തൃപ്തി വരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളാണ് സ്വഹാബികൾ. അതുകൊണ്ടാണ് അവരുടെ പേര് ഓരോരുത്തരുടെയും നമ്മൾ കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്കുണ്ടാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത് ആരാണെന്നും എന്താണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകൾക്ക് ആ അടിസ്ഥാനം തന്നെ അറിയില്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഇവിടെ പണ്ടും പണ്ടേ ഉള്ള ഒരു സംഘടനയുടെ പേരാണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. കാരണം സുന്നത്ത് എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെ, നമ്മൾ നിർബന്ധ കാര്യമല്ലാത്ത കാര്യങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയാറുണ്ട്. നിസ്കാരം അത് നിർബന്ധമാണ്, ഫർളാണ്, അതല്ലാത്ത സുന്നത്താണ്. അങ്ങനെയുള്ള സുന്നത്താണോ? ചില ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നുള്ള അർത്ഥത്തിലാണ് അഹ്ലുസുന്ന എന്ന് പറയുന്നത്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയില്ല. ചിലരുടെ വിചാരം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടം ആളുകൾ ഉണ്ടായാൽ അത് ജമാഅത്തായി. വേറെ ചിലർ വിചാരിക്കുന്നു അതൊരു സംഘടന എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുമല്ല. അൽ ജമാഅ നമ്മൾ കേട്ടു, മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞത് കേട്ടു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ, വൽ ജമാഅ മജ്തമഅ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ ഒരുമിച്ച് കൂടിയ മാർഗ്ഗമാണ്. ഏത് വിശ്വാസമാകട്ടെ ഏത് കർമ്മമാകട്ടെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ അതാണ് ജമാഅത്തിൻ്റെ മാർഗം. അത് ചെയ്യുന്നവനാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾ, അത് ചെയ്യാത്തവൻ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളല്ല എന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പരാമർശമുണ്ട് എന്നാണ്. ഹദീസുകളിൽ മാത്രമല്ല, ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ആലു ഇമ്രാനിൽ പരലോകത്തെത്തിയാൽ രണ്ട് വിഭാഗമായി തീരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. യൗമ തബിയല്ലു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, അന്നേ ദിവസം ചില മുഖങ്ങൾ അത് കറുത്തിരുണ്ടു പോകും, ചില മുഖങ്ങൾ അത് വെളുക്കുകയും ചെയ്യും, പ്രസന്ന മുഖമായി മാറുന്നതാണ്. രണ്ട് വിഭാഗത്തിൽ ആളുകൾ തീരും. ചില ആളുകളുടെ മുഖം കറുത്തു പോകും, ചില ആളുകൾ നല്ല വെളുത്തിരിക്കും. ആരാണിവർ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ തഫ്സീർ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് അതിൽ പ്രത്യേക കഴിവുണ്ടാകണമെന്ന് അള്ളാഹിനോട് ദുആ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം പറയുന്നുണ്ട്, ഫഅമ്മല്ലദീന ബിയല്ലത് വുജൂഹുഹും, അന്നേ ദിവസം മുഖങ്ങൾ വെളുക്കുന്നത്, പരലോകത്ത് മുഖങ്ങൾ വെളുക്കുന്നത് ആരാണ്? ഫഅഹ്ലുസുന്നത്തി വൽ ജമാഅത്തി വ ഉലുൽ ഇൽം, പണ്ഡിതന്മാരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാണ്, അവരുടെ മുഖങ്ങളാണ് വെളുക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വെറുതെ ഒരു സാദാ സീദാ മുസ്ലിം ആയതുകൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗം സ്വീകരിക്കണം, സ്വഹാബികളുടെ മാർഗം സ്വീകരിക്കണം. അവരുടെ മുഖമാണ് അവിടെ വെളുക്കുന്നത്. വഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും, ആരുടെ മുഖമാണോ കറുത്തിരുണ്ടു പോകുന്നത്, ഫഅഹ്ലുൽ ബിദ്അത്തി വദ്ദലാല, ബിദ്അത്തിൻ്റെയും ദലാലത്തിൻ്റെയും ആളുകളാണ്. സ്വഹാബികളുടെ മാർഗം ഇന്നതാണെന്ന് മനസ്സിലായിട്ടും എനിക്കത് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചവരുണ്ട്. അല്ലെ, നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിട്ടുണ്ടോ? സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം എന്ന് എല്ലാവരും അംഗീകരിക്കുന്നില്ല, അങ്ങനെ അംഗീകരിച്ചിട്ടില്ല.
മുഅ്തസിലിയാക്കളെയും അതുപോലെ തന്നെയുള്ള അശ്അരികളെയൊക്കെ പലപ്പോഴും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അവർക്ക് കാണാൻ സാധിക്കും. അവർ സ്വഹാബികളെക്കുറിച്ച് ബഹുമാനപൂർവ്വം അവരുടെ വാക്കുകളെ മാറ്റിവെച്ചിട്ട് അതിനേക്കാളും നല്ലത് നമ്മൾ പറയുന്നതാണ് എന്ന് നേർക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്. അവർ ചിലർ പറഞ്ഞിട്ടുണ്ട് സ്വഹാബികളുടെ മാർഗം അതാണ് അസ്ലം, സുരക്ഷിതമായ മാർഗം അതാണ്. പക്ഷേ അതിനുശേഷം വന്ന ത്വരീഖത്തു സലഫ് അസ്ലം, സലഫുകളുടെ മാർഗം അസ്ലമാണ്, സുരക്ഷിതമായതാണ്. പക്ഷേ ത്വരീഖത്തുൽ ഖലഫ് അഅലമു വ അഹ്കം, കൂടുതൽ അറിവുള്ളതും വിജ്ഞാനപ്രദമായതും കൂടുതൽ യോജിച്ച ഹിക്മത്തിനോട് യോജിക്കുന്നത് അത് ശേഷക്കാരുടേതാണ് എന്നാണ് അവരുടെ വാദം. അഥവാ സഹാബികൾ അള്ളാഹിൻ്റെ സിഫാത്തുകളെ കുറിച്ചൊക്കെ അതങ്ങനെ തന്നെ വിശ്വസിച്ചത് ഇവർക്കറിയാം. അവർ പ്രത്യേകം വ്യാഖ്യാനങ്ങളൊന്നും സഹാബികൾ പറഞ്ഞത് കാണാൻ സാധിക്കുകയില്ല. അവർ കേട്ടതുപോലെ വിശ്വസിച്ചു. സമിഅന വ അതഅന, അള്ളാഹിനെ കുറിച്ചൊരു വിശേഷണം കേട്ടാൽ അതങ്ങനെ അള്ളാഹ്ക്കുണ്ട്, അതാണ് സഹാബികൾ ചെയ്തത്. അതിൽ ഗവേഷണം നടത്തി അതിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിച്ചല്ലാത്തത് വ്യാഖ്യാനിച്ച് തള്ളിക്കളഞ്ഞ് ഇത് പിൽക്കാലക്കാർ ചെയ്തതാണ്. അത് അവർ അഭിമാനപൂർവ്വം പറയുമായിരുന്നു എന്നാണ്. സഹാബികൾ അങ്ങനെ അത് ആ നസ്സുകളൊക്കെ ഒരു ലാഹിറായ ബാഹ്യമായ രൂപം മാത്രമേ എടുത്തുള്ളൂ. നമ്മൾ ശരിക്കും പഠിച്ച് ഒരുപാട് തെളിവുകൾ കിട്ടിയപ്പോൾ നമ്മളതിന് വ്യാഖ്യാനമൊക്കെ പറഞ്ഞ് നന്നാക്കി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഹാബികളുടെ മാർഗം സ്വീകരിച്ചവർ മാത്രമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവർ മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടുന്നത് എന്നുള്ളത് മഹാനായ സഹാബി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അതുപോലെ തന്നെ സൂറത്ത് താഹയിൽ 82-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വ ഇന്നി ലഗഫാറുൻ, തീർച്ചയായും ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്, ലിമൻ താബ, തൗബ ചെയ്യുന്ന ആളുകൾക്ക്, വ ആമന, അവർ വിശ്വസിക്കണം, വ അമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യണം, സുമ്മഹ്തദ, പിന്നീട് ഹിദായത്തിൻ്റെ മാർഗം സ്വീകരിക്കണം എന്നുള്ളത്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ല താബിഈയാണ്. അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുസൂമു സുന്നത്തി വൽ ജമാഅ, അത് സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, സ്വഹാബികളുടെ മാർഗം മുറുകെ പിടിക്കുക, അതാണ് സുമ്മഹ്തദ എന്ന് പറഞ്ഞത്. അതായത് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് സ്വഹാബികളുടെ മാർഗം സ്വീകരിക്കണം, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് സ്വർഗം നൽകുന്നത് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അതുപോലെ തന്നെ താബിഈങ്ങൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തെളിവുകൾ സ്വഹാബികളുടെ മാർഗമാണ് ശരി എന്നുള്ളതിന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ധിക്കരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവർ അത്തരം ആയത്തുകളും ഹദീസുകളും വിശദമായി പഠിക്കേണ്ടതാണ്. ഒരായത്ത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ അപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അള്ളാഹിൻ്റെ റസൂലിനോട് എതിരായി, അള്ളാഹിൻ്റെ റസൂൽ ഒരു മാർഗമായി, ഇവൻ വേറൊരു മാർഗത്തിലാണ്, എന്നിട്ട് മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, സന്മാർഗം എന്നതാണ് റസൂലുള്ളാഹിൻ്റെ വിശ്വാസം ഇങ്ങനെയാണ് എന്നൊരാൾക്ക് വ്യക്തമായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല എന്നത് അവന് വ്യക്തമായി, പക്ഷേ അവൻ എന്ത് ചെയ്തു? അത് സ്വീകരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം പറയുന്നു, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, അവൻ മുഅ്മിനീങ്ങളുടേതല്ലാത്ത, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്തു. അല്ലാഹു തആല അവർക്കുള്ള ശിക്ഷയായി പറയുന്നത് നുവല്ലിഹി മാ തവല്ല, അവർ ഈ ചെയ്ത അഹങ്കാരത്തിന് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. അവർ തിരിഞ്ഞെടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിക്കുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, ആ ശരിയായ മാർഗം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് നരകം ലഭിക്കുന്നതാണ്. വസാഅത്ത് മസീർ, അത്ര മോശപ്പെട്ട സങ്കേതമാണതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി റസൂലുള്ളാഹിൻ്റെ മാർഗത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നീ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത്, സൂറത്തു നിസായിൽ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഈ ഭൂലോകത്ത് വിശ്വാസികളായി ആകെ ഉണ്ടായിരുന്നത് ആരാണ്? സ്വഹാബികളാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളല്ലാതെ ഭൂലോകത്ത് വേറെ വിശ്വാസികളില്ല. റസൂലുള്ളാഹിക്കെതിരായി സ്വഹാബികളുടേതല്ലാത്ത മാർഗത്തിൽ ആരാണോ പ്രവർത്തിച്ചത്, ആരാണോ പ്രവേശിച്ചത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നേർക്കുനേരെ പറഞ്ഞതാണ് സഹോദരങ്ങൾ ഈ ആയത്ത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ മാർഗം പിൻപറ്റൽ നിർബന്ധമാണ്. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബികളുടെ മാർഗം പിൻപറ്റൽ നിർബന്ധമാണ്. ആ മാർഗം യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റിയിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ വഴികളിലേക്കും അവർ പോകുന്നതായിരിക്കും. അത് വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, ആചാരകർമ്മങ്ങളിലാകട്ടെ, സ്വഭാവങ്ങളിലാകട്ടെ, സ്വഹാബികളുടെ മാർഗം പിൻപറ്റാത്തവന് ശരി കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. നാം നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്തങ്ങളായ കക്ഷികളും ഗ്രൂപ്പുകളുമായി സ്വഹാബികളുടെ മാർഗത്തിൽ പ്രവേശിക്കാത്തവരെല്ലാം തന്നെ വഴികളിലായിരിക്കും. ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വബ്തഗു ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തുൽ മാഇദയിൽ 35-ാമത്തെ ആയത്തിൽ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം സ്വീകരിക്കണം. വജാഹിദു ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തണം, ജിഹാദ് നടത്തണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്ത് സ്വഹാബികൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാത്തതിന്റെ അപകടം എവിടെ എത്തിച്ചു എന്ന് അറിയുമോ സഹോദരങ്ങളെ? മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിലേക്ക് ആളുകൾ എത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന് പ്രഖ്യാപിക്കുകയും ഞങ്ങൾ സുന്നത്ത് ജമാഅത്താണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഇന്നും ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് പറയുകയാണ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വബ്തഗു ഇലൈഹിൽ അൽ വസീല, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുവാനുള്ള മാർഗം സ്വീകരിക്കണം എന്നുള്ളത്. എന്നിട്ട് എന്താണ് അവർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായിട്ട് സ്വീകരിക്കുന്നത്? മക്ക മുശ്രിക്കുകൾ ചെയ്ത കാര്യമാണ്. അള്ളാഹു അല്ലാത്ത ആൾക്കാരോട് പ്രാർത്ഥിച്ചിട്ട് അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മളെ എത്തിക്കുമെന്നുള്ള വിശ്വാസം അല്ലെ മക്ക മുശ്രിക്കുകൾ പറഞ്ഞില്ലേ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. അള്ളാഹിൻ്റെ അടുക്കൽ ശുപാർശകരായി നമ്മൾ അടുപ്പിക്കാൻ ഇവരുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായി ഇവരുണ്ടാകുമെന്നാണ് മക്ക മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളത്. ആ വിശ്വാസത്തിലേക്ക് ഇവരെത്തിച്ചിരിക്കുകയാണ്. അത് അവർ മനസ്സിലാക്കിയത് വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സാമീപ്യ മാർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വന്തമായി അവർ ചിന്തിച്ചുണ്ടാക്കി. പിശാജ് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിലേക്ക് സ്വഹാബികളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചപ്പോൾ അവരെ ഈ ആയത്ത് കൊണ്ട് പിഴപ്പിച്ചു. ഖുർആൻ കൊണ്ട് തന്നെ അവർ വഴിപിഴച്ചുപോയി. സ്വഹാബികളുടെ മാർഗം അവർ സ്വീകരിച്ചില്ല. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ആയത്ത് കൊണ്ട് ഏതെങ്കിലും ഒരു സഹാബി, നമുക്ക് വെല്ലുവിളിക്കാമല്ലോ, ഏതെങ്കിലും ഒരു സഹാബി, ലക്ഷക്കണക്കിന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ലേ? ഏതെങ്കിലും ഒരു സഹാബി നമുക്ക് ചോദിക്കാവുന്നതാണ്. ഏത് സാധാരണക്കാരനായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് അവൻ എത്ര തന്നെ പഠിച്ചു കൊള്ളട്ടെ, എത്ര ഡിഗ്രികൾ അവൻ അത് കൈപ്പറ്റിക്കൊണ്ട് അവൻ ഡോക്ടറേറ്റുകൾ നേടിക്കൊള്ളട്ടെ, അവനോട് ചോദിക്കാവുന്നതാണ്, ഈ ആയത്ത് കൊണ്ട് ഒരു സ്വഹാബിയെങ്കിലും വബ്തഗു ഇലൈഹിൽ വസീല എന്നുള്ളത് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചിട്ട് സഹായം തേടിയിട്ട്, നിങ്ങളുടെ ഭാഷയിൽ ഇസ്തിഗാസയാകട്ടെ തവസ്സുലാകട്ടെ, അങ്ങനെ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് സലഫുകളിൽ നിന്നും നമുക്ക് റിവായത്ത് ചെയ്യപ്പെടുന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഖതാദ റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ വിശദീകരിച്ചു തരുന്നത് അത് അള്ളാഹുവിലേക്ക് താഅത്തുകൾ കൊണ്ട് അടുക്കുക എന്നുള്ളതാണ്. തഖറബു ഇലല്ലാഹി ബിത്താഅ, നിങ്ങൾ പുണ്യങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക. നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ഒരു ഹദീസിൽ വന്നില്ലേ, നമ്മൾ ഫർളിന് പുറമെ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഓരോ ഇനത്തിൽപ്പെട്ട സുന്നത്തുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹുലേക്ക് അടുക്കുക, അതാണ് വബ്തഗു ഇലൈഹിൽ വസീല. ഇതാണ് ഇതിന് തഫ്സീറായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു തഫ്സീറിലും സഹോദരങ്ങളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഈ പറയുന്ന അവർ സുന്നത്ത് ജമാഅത്താണ് എന്ന് വാദം പറയുന്ന ആളുകൾക്ക് പോലും ഒരു തഫ്സീറിലും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. എന്ത്? ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കലാണ്, സഹായം തേടലാണ്, അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി നേർച്ച നേരലാണ്. കൊണ്ടുവരാൻ സാധിക്കുകയില്ല. എവിടെയാണ് പഴച്ചു പോയിട്ടുള്ളത്? ഈ ആയത്ത് അവർ നേർക്കുനേരെ വിശദീകരിക്കുകയാണ്. ഏതോ പിശാജ് അവർക്ക് മന്ത്രിച്ചു കൊടുത്ത ആ ദുർബോധനവുമായി ജനങ്ങളെ വഴി പഴപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ആളുകൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഉസ്താദ് ആയത്ത് തോന്നുന്നുണ്ട് വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, ഇതൊക്കെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം. പക്ഷേ പോയി അതെവിടെയാണ് എത്തിയിട്ടുള്ളത്? മക്ക മുശ്രിക്കുകൾ സ്വീകരിച്ച മാർഗമാണ്. മക്ക മുശ്രിക്കുകളാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന ആളുകളോടൊക്കെ പ്രാർത്ഥിച്ചാൽ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. മക്ക മുശ്രിക്കുകൾ പറഞ്ഞത് നമ്മൾ അവരോട് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ. അള്ളാഹിനെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് മക്ക മുശ്രിക്കുകൾ. അപ്പം ഇവരോട് ഇബാദത്ത് ചെയ്താൽ അവർ അള്ളാഹുലേക്ക് അടുപ്പിക്കും. ആ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിലേക്ക് എത്തി. സഹാബികൾ മനസ്സിലാക്കാത്തത് കൊണ്ട് മനസ്സിലാക്കിയാൽ, അതുകൊണ്ട് സഹോദരങ്ങൾ എത്ര ഗൗരവമുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. ഇനി അതുപോലെ നോക്കൂ, നിങ്ങൾക്ക് കാണാം അവർ നമ്മുടെ നാടുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പരക്കെ ആയത്തുകൾ ഓതാറുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി, നബിയെ പറയുക അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവും കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവും കൊണ്ടാണത്. ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായത് അതാണ് എന്നാണ്.
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഔദാര്യവും റഹ്മത്തും അത് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം വർഷാവർഷം ആഘോഷിക്കാനുള്ള തെളിവാണ് എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചോദ്യം നമുക്ക് തിരിച്ച് ചോദിച്ചൂടെ? ഈ ആയത്ത് കേട്ടത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് റസൂലുള്ളാഹി പാരായണം ചെയ്തു കൊടുത്തത് ആർക്കാണ്? അവിടുത്തെ സ്വഹാബികൾക്കാണ്. ഈ സ്വഹാബികൾക്കാർക്കും മനസ്സിലായിട്ടില്ല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഏതാണെന്ന് നോക്കി അന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇബാദത്തുകളോ ഒരു ദിക്ർ ഹൽക്കയോ ഒരു മജ്ലിസ് ഉണ്ടാക്കുകയോ ഒരു മധുര പലഹാരം വിതരണം ചെയ്യലോ സ്വഹാബികൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ആലോചിച്ച് നോക്കി, ഈ ആയത്ത് ആർക്കാണ് ഇറങ്ങിയിട്ട്? നേർക്ക് നേരെ ഈ 14-ാം നൂറ്റാണ്ടിലേക്ക് ഇറങ്ങിയ ഒരു ആയത്തല്ല ഇത്. നമുക്ക് ഏത് ചെറിയ കുട്ടിക്കും ചോദിക്കാവുന്നതാണ്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതു സ്വഹാബിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ജന്മദിനം ഒരു വർഷമെങ്കിലും ആചരിച്ചിട്ടുള്ളത്? അവരിൽ എത്ര പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? അവരൊരാൾ പോലും, ഒരു സ്വഹാബി പോലും അല്ല. അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. സ്വഹാബികളാകട്ടെ പിന്നീട് ഉമ്മത്തിൽ ഭിന്നിച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, പല ബിദ്അത്തിന്റെ കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, ഖവാരിജുകൾ ഉണ്ടായിട്ടുണ്ട്, ഷിയാക്കൾ ഉണ്ടായിട്ടുണ്ട്, ഖദരിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന കക്ഷികൾ പോലും ആചരിച്ചിട്ടില്ല ആ നൂറ്റാണ്ടിൽ, അതിനുശേഷവും ആചരിച്ചിട്ടില്ല. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം വളരെയധികം പിഴച്ചു പോയിട്ടുള്ള റാഫിളകളായ ആളുകളൊക്കെയാണ് ഇത്തരം ആചാരങ്ങൾ അവർ ആചരിച്ചത്. റസൂലുള്ളാഹിന്റെ ജന്മദിനം മാത്രമല്ല, അവർ ആരാധിക്കുന്ന മറ്റു പലരുടെയും ജന്മദിനങ്ങൾ അവർ ആചരിച്ചതാണ്. എവിടെയാണ് പിഴച്ചു പോയിട്ടുള്ളത്? ആയത്ത് തന്നെയാണ് പാരായണം ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്വഹാബികൾ മനസ്സിലാക്കാത്ത രൂപത്തിൽ മനസ്സിലാക്കിയപ്പോൾ അവർ വളരെ വഴിപിഴച്ചു പോയി. എന്നിട്ട് അവർ പറയുകയാണ് അഹ്ലു സുന്നത്തി വൽ ജമാ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരാണ്, നമ്മൾ അതാണെന്നാണ് പറയുന്നത്. അവരിൽ ചിലർ വളരെ വ്യക്തമായി ഞങ്ങൾ സ്വഹാബികളുടെ മാർഗം പിൻപറ്റുന്നവരാണ് എന്ന് തന്നെ പറയുന്നവരുണ്ട്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരാൾക്കും ഒരു ബിദ്അത്തുകാരനും ഞാൻ സുന്നത്തിനെയും ജമാഅത്തിനെയും പിൻപറ്റുന്നു എന്ന് വാദിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം എന്താണ്? ഒരാൾ വാദിച്ച ചോദ്യം ചെയ്യും, നീ സുന്നത്ത് ജമാഅത്താണെന്ന് വാദിച്ചോ. ഷിയാക്കൾ അത് വാദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഷിയാക്കൾ വേറെ മാറി നിൽക്കുന്നത്. കാരണം അവർ സഹാബികൾ വെറുക്കുന്നവരാണ്. കാരണം ഈ പറയുന്ന കാര്യം സഹാബികളിൽ കാണുകയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് സഹാബികളെ മൊത്തം ശപിച്ചിട്ട് മാറി നിൽക്കുന്നവരാണ് ഷിയാക്കളായിട്ട് ആളുകൾ. എന്നാൽ ഈ സുന്നികളാണ്, സുന്നത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നവർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ് അവർക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ ചോദിക്കും, ഈ ചോദ്യങ്ങൾ പോവും. ഇങ്ങനെ സ്വഹാബി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഹദീസിലുണ്ടോ? ഈ ഹദീസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പോകും. അപ്പോൾ അദ്ദേഹം പറയാണ്, പക്ഷേ ആളുകൾ വാദിക്കും, ജനങ്ങളിൽ ജഹല് വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ അതാണെന്ന് പുലർന്നിരിക്കുന്നത്. മുൻകാലത്ത് ബിദ്അത്തുകാരത് തയ്യാറായിരുന്നില്ല. പഴയ കാലത്തുണ്ടായിരുന്ന ഈ പറയുന്ന അശ്അരികളാകട്ടെ മുഅ്തസിലിയാക്കളാകട്ടെ ഇങ്ങനെ പലരെയും ദീനിനെ തെളിവുകളേക്കാൾ തങ്ങളുടെ ബുദ്ധിക്ക് വില നൽകിയിട്ടുള്ള പലരും എന്ത് ചെയ്തിട്ടില്ല? സ്വഹാബികളുടെ മാർഗത്തിലാണ് ഞങ്ങളെന്ന് അവർ വാദിക്കാൻ നിന്നിട്ടില്ല. കാരണം നിന്നാൽ ഉടനെ ചോദ്യം വരും, ഏത് സ്വഹാബിയാണ് അള്ളാഹിൻ്റെ ഈ വിശേഷണത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചത്? സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ, നിങ്ങളെക്കാളും അറബി അറിയുന്നവരാണ് അവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേർ ഇതൊക്കെ കേട്ടവരാണ്. അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിങ്ങനെ കേട്ടതുപോലെ വിശ്വസിക്കാൻ പാടില്ല, അതിന് ചിലത് നിഷേധിക്കണം, അതങ്ങനല്ല വേറെ രൂപത്തിലാണെന്ന് പറയണം, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വജാ റബ്ബുക്, നിന്റെ റബ്ബ് വന്നു എന്ന് പറയുമ്പോൾ അത് നിന്റെ റബ്ബിൻ്റെ കൽപ്പന വന്നു എന്നാണെന്ന് ദുർവ്യാഖ്യാനിക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് പറയാൻ സാധിക്കില്ല. അത് പിന്നെ കൊണ്ടുവന്നതാണ്. അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് പിന്നീട് തോന്നിയതാണ്. അള്ളാഹു വന്നു എന്ന് പറയുന്നത് അള്ളാഹു യോജിക്കുകയില്ല. അള്ളാഹു രാത്രിയുടെ 1/3 അവർ 3/1 ബാക്കിയാകുമ്പോൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ അവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു അത് അള്ളാഹ്ക്ക് യോജിക്കുകയില്ല. അപ്പം അള്ളാഹു എല്ലാ നേരത്തും ഈ 1/3 ഇറങ്ങിയതുപോലെ ആവുകയില്ലേ? അള്ളാഹു 7-ാം ആകാശത്തിന് മുകളിലാണെന്ന് അപ്പോൾ പറയാൻ സാധിക്കുകയില്ലല്ലോ. അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, അവരതിനെ നിഷേധിച്ചു, അവരതിന് വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി. ഈ പറയുന്ന എല്ലാ ബിദ്അത്തുകാർക്കും തുടക്കത്തിൽ നല്ല ലക്ഷ്യമാണ് ഉണ്ടാവുക. അള്ളാഹിനെ നമ്മളൊരു മോശമാക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഇറങ്ങി നമുക്ക് പറഞ്ഞേക്കാം, അള്ളാഹിൻ്റെ കൽപ്പന ഇറങ്ങി എന്ന് പറഞ്ഞേക്കാം. സ്വഹാബികൾ ആരും പറഞ്ഞിട്ടില്ല, സ്വഹാബികൾ ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധമായ അറബി ഭാഷയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബികൾ അങ്ങനെ മനസ്സിലാക്കി. അവരതിൽ ദുർവ്യാഖ്യാനിക്കാൻ നിന്നിട്ടില്ല, അവരതിനെ തള്ളിക്കളയാൻ നിന്നിട്ടില്ല. അതാണ് സ്വഹാബികളുടെ വിശ്വാസം. എന്നാൽ പിൽക്കാലക്കാർ സ്വഹാബികൾ അത് ശരിക്കും പറയാനിട്ടാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർ തന്നെ കൊണ്ടുവന്നു. അവർ വാദിച്ചിട്ടില്ല സ്വഹാബികളുടെ മാർഗത്തിലാണെന്നുള്ളത്. എന്നാൽ ആളുകൾക്ക് സ്വഹാബികളുടെ മാർഗം ഏതാണെന്ന് അറിയാത്തൊരു കാലമായി ഇന്നത്തെ കാലത്തേതുപോലെ. ആളുകൾക്ക് പലർക്കും അറിയില്ല.
ഇനി നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പലരുടെയും വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, സ്വഹാബികൾ ഇവരെ പോലെ ഇങ്ങനെ കബറൊക്കെ കെട്ടിപ്പൊക്കി ഇങ്ങനെ വർഷാവർഷം നബിദിനവും ഉറൂസും മാലമൂലൂതൊക്കെ കഴിച്ച ഇങ്ങനെ നടന്നിരുന്ന ആളുകളാണ് എന്ന് ധരിക്കുകയാണ് ഇവിടെയുള്ള പല സാധുക്കളും. ആ സ്വഹാബികളുടെ മാർഗത്തിലാണ് ഞങ്ങൾ, അതിൻ്റെ താഴ്വഴിയായി ഞങ്ങൾ അങ്ങനെ പോരുകയാണ്. ഈ വഹാബികൾ എന്നൊക്കെ പറഞ്ഞ ആളുകൾ 200 കൊല്ലം മുമ്പൊക്കെ വന്നതാണ്, ഇവരൊക്കെ പുതിയ ആൾക്കാരാണ് എന്ന് ഇവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ജഹലിൻ്റെ കാലഘട്ടമാണ്, ഇവർക്കിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. പലർക്കും അറിയുക തന്നെയില്ല. അവർ ഈ ചെയ്യുന്ന ഷിർക്കൊക്കെ ദീനിൻ്റെ ഭാഗമാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഹാബികളുടെ മാർഗം എന്താണെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിലല്ലാതെ ഒരാൾക്കും ഞങ്ങൾ സ്വഹാബികളുടെ മാർഗത്തിലാണ് എന്ന് ആളുകളെ വഞ്ചിക്കാൻ സാധിക്കുകയില്ല. അത് തൗഹീദുള്ള ആളുകളുടെ ഇടയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ സ്വഹാബികളുടെ മാർഗത്തിലാണെന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ആ മാർഗത്തിലായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മാർഗത്തിലല്ലെങ്കിൽ ജനങ്ങളുടെ അജ്ഞതയാണ് അവൻ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇനി വ്യത്യസ്ത കക്ഷികളെ നമ്മൾ ഇതേപോലെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വഹാബികളുടെ മാർഗം സ്വീകരിക്കാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെയാണ് അവർ വഴി പേച്ചു പോയിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. നിങ്ങൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും. വൈൻ തവല്ലൗ, നിങ്ങൾ അത് തിരിഞ്ഞളഞ്ഞു, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഫൈന്നമാ ഹും ഫീ ശിഖാഖ്, നിങ്ങൾ കക്ഷി മത്സരത്തിലാണ്, പരസ്പരം ഗ്രൂപ്പുകളായിട്ടുള്ളതാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ അത് സ്വഹാബികൾ മനസ്സിലാക്കാത്ത രൂപത്തിൽ മനസ്സിലാക്കി ആളുകൾ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വഴിയിൽ നിന്നും വഴി പഴച്ചു പോകുന്നതാണ് എന്നതിനുള്ള ഏതാനും ചില തെളിവുകളാണ്. ഇനി സഹോദരങ്ങൾ, അവസാനമായി നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ മാർഗം സ്വീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ അവർ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? അവരെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അവർക്ക് ചില തിരിച്ചറിയാനുള്ള വിശേഷണങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അവരുടെ വിശ്വാസം സ്വഹാബികളുടെ വിശ്വാസം സ്വീകരിച്ചവരാണ്. അവരുടെ അഖീദ, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് സ്വഹാബികളുടെ വിശ്വാസം സ്വീകരിച്ചവരാണ്, അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. അല്ല, ഇന്നത്തെ സമൂഹത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ, അവർക്ക് നിസ്കാരത്തിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം, ഉളു മുറിഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയുമോ അതൊക്കെ ഭയങ്കര പേടിയാണ്. ആ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളെ സുന്നത്ത് ജമാഅത്ത് വാദിക്കുന്ന ആളുകൾക്കറിയാം. എന്നാൽ തൻ്റെ ദീനിൻ്റെ അഖീദ വിശ്വാസം പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എൻ്റെ വിശ്വാസം പൊളിഞ്ഞു പോകുക, അതിനെക്കുറിച്ച് ചർച്ച തന്നെയില്ല. എത്ര മനോഹരമായിട്ടാണ്, എത്ര തന്ത്രപരമായിട്ടാണ് ഇബ്ലീസ് അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നോക്കണം. അവർ ഈ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയില്ല. എൻ്റെ വിശ്വാസം അത് പൊളിഞ്ഞു പോകും, അങ്ങനെ ഒരു ചർച്ച പോലും അവർക്കില്ല. എപ്പോഴാണ് എൻ്റെ വിശ്വാസം ഇല്ലാതായി പോകുക, പൊളിഞ്ഞു പോകുക, അവർക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു ചർച്ച തന്നെ ഇല്ല. നോക്കൂ സഹോദരങ്ങളെ, വളരെ കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അവരുടെ പരമപ്രധാനമായ അവരുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കുമെന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് അവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ചെയ്തിട്ടുള്ളത്. അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ കാര്യം നിസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല, ഹജ്ജല്ല. അതിനു മുമ്പ് ശരിയാക്കേണ്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ഷഹാദത്ത് ഒരാൾ നന്നാക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ച് ചർച്ചയില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ അർത്ഥം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ എന്ത് പാലിക്കണം, അതിൻ്റെ നിബന്ധന എന്താണ്, അതിന് വല്ല റുക്കുനുകളുമുണ്ടോ, ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. വിശ്വാസ കാര്യങ്ങൾ അവിടെ വളരെ കൃത്യമായി മാറ്റിവെച്ചിരിക്കുകയാണ്. നിസ്കാരത്തിനെ കുറിച്ചാണ് പിന്നെ ചർച്ച. ആദ്യം തന്നെ നിസ്കാരമാണ്. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വാസ കാര്യത്തിനാണ് പ്രാധാന്യം നൽകുക. ആ വിശ്വാസ കാര്യം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിനുമാണ് അവർ പ്രാധാന്യം നൽകുക. കാരണം അതാണ് സ്വഹാബികളുടെ മാർഗം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം. അല്ലാഹു തആല പറഞ്ഞില്ലേ, വലഖദ് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായത്തിലും അല്ലാഹു റസൂലുമാരെ, ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെന്ത് പ്രഖ്യാപിക്കാനാണ്? അൻ ഇഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യണം,
അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിങ്ങൾ ഉപേക്ഷിക്കണം. തൗഹീദാണ് മുഴുവൻ പ്രവാചകന്മാരും, വിശ്വാസകാര്യമാണ് മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത് എന്നാണ്. വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണത്. ഒരു നബി പോലും തൗഹീദ് പറയാതിരുന്നിട്ടില്ല, വിശ്വാസകാര്യം പറയാതിരുന്നിട്ടില്ല. ഇനി സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ കക്ഷികളിലേക്ക്, നസ്രാണികളുടെ അടുക്കലേക്കും യഹൂദരുടെ അടുക്കലേക്കും ഒക്കെ പറഞ്ഞയക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്, നീ അഹ്ലു കിതാബിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഫഅവ്വലു മാ തദ്ഉഹും ഇലൈ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നീ ആദ്യമായിട്ട് ഇപ്പോൾ പറയേണ്ടത്, യമനിലേക്ക് പോകുന്ന സ്വഹാബിയോട് പറയാൻ, ആദ്യമായിട്ട് നീ ദഅവത്ത് നടത്തേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, വിശ്വാസകാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതാണ്. സ്വഹാബികൾ ലോകം മുഴുവനും ഈ വിശ്വാസകാര്യങ്ങൾ കൊണ്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരാൾ സുന്നത്ത് ജമാഅത്തിലാണോ, അവൻ വിശ്വാസകാര്യങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നവനും അതിനെക്കുറിച്ച് പഠിക്കുന്നവനും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ പുഴുക്കുത്തുകൾ വരുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്നവരുമായിരിക്കും. അത് പ്രചരിപ്പിക്കുന്നതിൽ അതീവ തൽപരനായിരിക്കും. അങ്ങനെ ഒരാളെ നിങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവനല്ല. വിശ്വാസത്തെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച് അവൻ ചിന്തയില്ലെങ്കിൽ സഹോദരങ്ങളെ, അവൻ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവനല്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പങ്കുവെക്കുമോ? ഇല്ലല്ലേ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അവർ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് കണ്ടു കഴിഞ്ഞാൽ മറ്റാരുടെ വാക്ക് കണ്ടു കഴിഞ്ഞാലും അത് അവർ തള്ളിക്കളയുകയില്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വഹിയാണ്. അവിടെ സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുന്ന് സ്വന്തമായ ദേഹേച്ഛ പ്രകാരം ഒന്നും സംസാരിക്കുമായിരുന്നില്ല. അള്ളാഹിൻ്റെ വഹിയാണ് അവർ ദീനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കണം, അള്ളാഹിൻ്റെ കൽപ്പനയാണ്. വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹിൻ്റെ റസൂൽ വിലക്കിയാൽ നിങ്ങളത് ഉപേക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റാൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ഹദീസുകളാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ്? മനുഷ്യരുടെ ചില മദ്ഹബുകൾക്ക് വേണ്ടി. മഹാന്മാരായ പണ്ഡിതന്മാരായ ആളുകൾ അവർ പറഞ്ഞ ചില അഭിപ്രായങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ, ഹദീസുകളെ നിഷ്പ്രയാസം തള്ളാൻ യാതൊരു മടിയുമില്ല. എന്നാൽ ഈ പണ്ഡിതന്മാരാരും തന്നെ സഹോദരങ്ങളെ ആ നിലക്ക് അവരുടെ വാക്കുകളെ, റസൂലുള്ളാഹിന്റെ വാക്കുകളെക്കാളും മാനിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവരാരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ ഹദീസും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു അഭിപ്രായം അങ്ങ് പറയും, പിൽക്കാലത്ത് ഹദീസുകൾ അതിനെതിരായി കണ്ടാലും ശരി നിങ്ങൾ അതിനെ തള്ളിക്കളയണം എന്നീ പറയുന്ന 4 മദ്ഹബിൻ്റെ ഇമാമുമാരെന്നല്ല ഒരു അയിമ്മത്തും ആരും പറഞ്ഞിട്ടില്ല. ഇനി അതിനെതിരായിട്ടാണ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഹദീസ് സ്വഹീഹായാൽ അതാണ് എൻ്റെ മദ്ഹബ്. സ്വഹീഹല്ലാത്ത ഹദീസുകൾ വെച്ചിട്ടല്ല അമലുകൾ ചെയ്യേണ്ടത്. സ്വഹീഹായ ഹദീസാണ് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ലാ യഹില്ലു ലി അഹദിൻ അൻ യഖൂദ ബിഖൗലിന. ഒരാൾക്കും ഹലാലൽ അനുവദനീയമല്ല അബൂ ഹനീഫയുടെ ഖൗലെടുത്തുകൊണ്ട് പ്രവർത്തിക്കൽ. മാലം യഅലം മിൻ ഐന അഖദ്നാഹു. നമ്മൾ എവിടുന്നാണ് എടുത്തത്? ഞാൻ പറഞ്ഞ കാര്യം അത് ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഒരാളും എന്ത് ചെയ്യരുത്, എൻ്റെ വാക്കെടുത്ത് സ്വീകരിക്കരുത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ. വേറെ ചില സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് കാണാം, ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അയുഫ്തി ബി കലാമി. ഒരാൾക്ക് ഞാൻ പറഞ്ഞ ദലീൽ എന്താണ്, ഖുർആനിലും സുന്നത്തുള്ള തെളിവ് എന്താണെന്ന് അറിയില്ലെങ്കിൽ എൻ്റെ സംസാരം കൊണ്ട് ഫത്വ കൊടുക്കുക എന്നുള്ളത് പാടില്ല, നിഷിദ്ധമാണ് എന്നുള്ളത് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറയാൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് അദ്ദേഹം പറയുമായിരുന്നു, വൈഹക യാ യഅഖൂബ്. അബൂ യൂസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനിയായ ശിഷ്യനാണ്, യഅഖൂബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിനക്ക് നാശം, ലാ തക്തുബ് കുല്ല മാ തസ്മഉ മിന്നി. എന്നിൽ നിന്നും കേൾക്കുന്ന എൻ്റെ അഭിപ്രായമൊക്കെ നീ എഴുതിയെടുക്കരുത്. ഫഇന്നി ഖദ് അറ അർ-റഅയ അൽ-യൗം വഅത്റുകുഹു ഗദൻ. കാരണം ഞാൻ ചില അഭിപ്രായം എന്ന് പറയും, നാളെ ചിലപ്പോൾ അത് മാറ്റി പറയും. വഅറ അർ-റഅയ ഗദൻ വഅത്റുകുഹു ബഅദ ഗദൻ. നാളെ ഒരു അഭിപ്രായം ഞാൻ പറയും, മറ്റന്നാൾ ചിലപ്പോൾ ഞാനത് ഉപേക്ഷിക്കും. ഹദീസുകൾ കിട്ടുമ്പോൾ അയിമ്മത്തുകൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ നോക്കൂ സഹോദരങ്ങൾ, സുന്നത്ത് ജമാഅത്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹനഫിയാണ്, അതുകൊണ്ട് ഹദീസിൽ ഇങ്ങനെയാണുള്ളത്, ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ ഓതണം പറഞ്ഞാൽ കേൾക്കൂല, ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ ഓതൂല. ഹനഫി മദ്ഹബ്. എന്തുകൊണ്ടാണ്? ഞാൻ ഹനഫി മദ്ഹബ് എന്നാണ്. മറ്റു മതങ്ങളിലേക്ക് ഉള്ളതുപോലെ ഏതൊരു ഗ്രൂപ്പായിട്ട് അതിനിടയിലുള്ള ജാതിയായി
വേർതിരിച്ചതുപോലെയാണ്. മുൻകാലത്ത് കല്യാണം പോലും കഴിക്കുമായിരുന്നില്ല. ഹനഫിയെ ഷാഫിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയില്ല, ഷാഫി ഹനഫിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയില്ല, പുറകിൽ നിസ്കരിക്കുകയില്ല. എത്രത്തോളം പരിശുദ്ധമായ കഅബയിൽ പോലും 4 വെവ്വേറെ ജമാഅത്താണ് ഓരോ മദ്ഹബിൻ്റെ കീഴിലും. കാരണം ഒരാളുടെ പുറകിൽ നിസ്കരിക്കുകയില്ല. എങ്ങനെയാണ് സംഭവിച്ചത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് സംഭവിക്കുകയില്ല. കാരണം അവർ ആ നിലക്ക് ബഹുമാനിക്കുന്ന ഒരേ ഒരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ് എന്നുള്ളതാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ സമാനമായ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അജ്മഅൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് ഇജ്മാ ഉണ്ട്, അല അന്ന മൻ ഇസ്തബാന ലഹു സുന്നത്തു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വ്യക്തമായാൽ ലം യഹില്ല ലഹു അൻ യദഅഹ ലിഖൗലി അഹദ്, ഒരാളുടെ വാക്കുകൊണ്ടും ഇത് ഉപേക്ഷിക്കാൻ പാടില്ല. ഷാഫി മദ്ഹബിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയുക എന്നുള്ളത് പാടില്ല. ഹദീസിൽ വളരെ കൃത്യമായിട്ടുണ്ട് തല പൂർണ്ണമായിട്ട് തടവണമെന്നുള്ളത്. ഓരോ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഷാഫി മദ്ഹബിൽ അങ്ങനെ ഇല്ല, ഇങ്ങനെ മുൻഭാഗം തടവിയാൽ മതി എന്ന് പറഞ്ഞ ഒരാൾക്കത് ഒഴിവാക്കാൻ പാടുണ്ടോ? ഇമാം ഷാഫി റഹിമുള്ള പറയുന്നു മുസ്ലിമീങ്ങളുടെ ഇജ്മാ ആണ്, അങ്ങനെ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കണ്ടാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എൻ്റെ കിതാബിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായിട്ട് കണ്ടാൽ ഫഖൂലു ബിസുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഉ മാ ഖുൽത്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റണം, ഞാൻ പറഞ്ഞത് ഉപേക്ഷിക്കണം. ഇമാം ഷാഫി റഹിമഹുല്ലാ വളരെ കൃത്യമായി പറയാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇദാ സഹൽ ഹദീസ് വഹു മദ്ഹബി, ഹദീസ് സ്വഹീഹയാൽ അതാണ് എൻ്റെ മദ്ഹബ്, ഞാൻ മാറിയിരിക്കുന്നു. ചിലപ്പോൾ ഞാൻ ചില അഭിപ്രായം ഇമാം ഷാഫി റഹിമഹുല്ലാ സുബഹി നിസ്കാരത്തിന് കുനൂത്തുണ്ട് എന്ന അഭിപ്രായക്കാരനാണ്. കാരണം അദ്ദേഹം കുനൂത്ത് തുടർന്നിരുന്നു എന്ന് പറയുന്ന ഭാഗം ശരിയാണെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ആ ഭാഗം ശരിയല്ല, അത് ദഈഫായ ഹദീസാണ്, ദുർബലമായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഫജ്ർ നിസ്കാരത്തിന് അങ്ങനെ പ്രത്യേകമായ കുനൂത്തില്ല ഇമാം ഷാഫിയുടെ. അതുകൊണ്ടാണ് ഇമാം ഷാഫിയുടെ ചില പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അതുകൊണ്ട് ഇമാം ഷാഫിയുടെ മദ്ഹബ് പിൻപറ്റുന്നവർ കുനൂത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം ഇമാം ഷാഫി പറഞ്ഞത് ഹദീസ് സ്വഹീഹായാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നാണ്, ദഈഫായ ഹദീസ് എൻ്റെ മദ്ഹബല്ല. ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അദ്ദേഹം പറഞ്ഞു, കുല്ലു മസ്അലത്തിൻ സഹ ഫീഹാ അൽ ഖബറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്നും സഹീഹായ ഏതൊക്കെ ഹദീസ് വന്നിട്ടുണ്ടോ, ഇൻദ അഹ്ലി നഖ്ലി ബിഖിലാഫി മാ ഖുൽതു ഫഅന റാജിഉൻ അൻഹാ ഫി ഹയാതി വബഅദ മൗതി. അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി ഇന്നതാണ് റസൂലുള്ളാഹിന്റെ ഹദീസ് സ്ഥിരപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ നിന്നും, ഞാനിതെൻ്റെ ജീവിതകാലത്താകട്ടെ മരണകാലത്താകട്ടെ ഞാൻ അതിൽ നിന്നും തറാജു നടത്തിയിരിക്കുന്നു, ഞാൻ അതിൽ നിന്നും ഒഴിവായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയാൻ ഒരുപാട് ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, ഇന്നമാ അന ബശറുൻ ഉഖ്തി വ ഉസീബ്, ഞാനൊരു മനുഷ്യനാണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാകും, ചിലപ്പോൾ തെറ്റാകും. ഫൻദുറു ഫി റഈ, നിങ്ങൾ എൻ്റെ അഭിപ്രായം നോക്കുക. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്ന ഫഖുദു, ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നത് നിങ്ങൾ സ്വീകരിക്കുക. വകുല്ലു മാ ലം യുവാഫിഖൽ കിതാബ വസ്സുന്ന ഫത്റുകു, ഖുർആനോട് സുന്നത്തിനോട് യോജിക്കാത്ത ഉപേക്ഷിക്കുക. നിങ്ങൾ നോക്കൂ, മാലിക്കി മദ്ഹബ് എന്നാണ് പറഞ്ഞിട്ട് നിസ്കാരത്തിൽ കൈകെട്ടാത്ത ആളുകളെ കാണാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ, ഫിഖ്ഹിയായ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. സുന്നത്ത് ജമാഅത്തിൽ പറഞ്ഞ ആളുകൾക്ക് അത് പാടില്ല. കാരണം റസൂലുള്ളാഹിന്റെ ഹദീസിൽ വളരെ കൃത്യമായി വലത് കൈ കൊണ്ട് ഇടത് കൈമേൽ പിടിക്കണമെന്ന് കൃത്യമായി വന്നിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്ന അഹ്ലു സുന്നത്താണെന്ന് പറയുന്ന ഒരാൾക്ക് അത് ഉപേക്ഷിക്കാൻ സാധിക്കുക? ഒരിക്കലും ഇമാം മാലിക്കിന്റെ വാക്കുകൊണ്ട് അവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് എൻ്റെ അഭിപ്രായം ചിലപ്പോൾ തെറ്റും, ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ വളരെ കൃത്യമായി പറഞ്ഞു, ലാ തുഖല്ലിദ്നി, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യരുത്. വലാ തുഖല്ലിദ് മാലിക്കൻ വല ഷാഫിഈ വല ലൗസാഇ വല സൗരി, ഇമാം മാലിക്കിനെയോ ഇമാം ഷാഫിഈയെയോ ഇമാം ലൗസാഇയെയോ ഇമാം സൗരിയെയോ ആരെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. വഖുദ് മിൻ ഹൈസു അഖദു, അവരെവിടെ നിന്നാണോ സ്വീകരിച്ചത്, ഖുർആനും സുന്നത്തും നിന്നാണ്, മുൻഗാമികളുടെ ഇജ്മായിൽ നിന്നാണ്, അത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ സഹോദരങ്ങളെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തിരിച്ചറിയപ്പെടാനുള്ള അവരുടെ അടയാളമാണ് അവർ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിലൊരു കാര്യം വന്നാൽ പിന്നെ അവൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, നാട്ടുകാരെന്ത് അഭിപ്രായം പറയുന്നു, എൻ്റെ നാട്ടിലെ മദ്ഹബ് ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ മദ്ഹബ് ഇതാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സുന്നത്തിനെ അവൻ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നവൻ, സുന്നത്തിന് വില കൽപ്പിക്കാത്തവൻ, എൻ്റെ മദ്ഹബിൽ ഇന്നതാണെന്ന് പറഞ്ഞ് സുന്നത്തിനെ ചെറുതാക്കി കളയുന്നവൻ, തട്ടിക്കളയുന്നവൻ, അല്ലെങ്കിൽ അതേപോലെ തന്നെ എൻ്റെ ബുദ്ധിക്ക് ഇത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുന്നവൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല, ബിദ്അത്തുകാരനാണ്. ഹദീസിനെ തള്ളിക്കളയുന്നവരുണ്ടല്ലോ. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ കടഞ്ഞെടുത്തിട്ടുള്ള സഹീഹായ പരമ്പരയുള്ള ഹദീസുകൾ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ അസറുകൾ,
ആ ഹദീസുകളെപ്പോലും തള്ളിക്കളയുന്ന ആളുകൾ അവരും പറയുന്നത് ഞങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്, സലഫികളാണ് എന്നാണ്. അവർക്കാകാൻ സാധിക്കുകയില്ല. കാരണം സലഫികളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനമാണ് അവർ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ് എന്ന കാര്യം. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അത് അവരുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തിരിച്ചറിയാനുള്ള മറ്റൊരു കാര്യമാണ്, അവർ വലാഉം ബറാഉം നിശ്ചയിക്കുന്നത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മഹല്ലുൽ വലാഇ വൽ ബറാഇ ഇൻദഹും ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഒരാളെ സ്നേഹിക്കുക, ഒരാളെ വെറുക്കുക, അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. നമ്മുടെ ഖൽബിനെ എപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു മുസ്ലിമായൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത്, അവനെ വെറുക്കുന്നത് ഈ ഒരൊറ്റ അടിസ്ഥാനമേ ഉള്ളൂ, വേറൊന്നുമില്ല. ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുക്കാൻ സാധിക്കുകയില്ല. ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തായതുകൊണ്ട് അവനെ വെറുക്കുക മുസ്ലിമിന് സാധിക്കുകയില്ല. അവൻ ഭാഷ മാറിയത് കൊണ്ട് അവൻ വെറുക്കുക, നിറം മാറിയത് കൊണ്ട് വെറുക്കുക മുസ്ലിമിന് സാധിക്കുകയില്ല. അത് ജാഹിലിയത്താണ്. നമുക്ക് ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ എത്രമാത്രം ഒരാൾ പിൻപറ്റുന്നുവോ, അഹ്ലു സുന്നത്തിനോട് എത്രമാത്രം ഒരാൾ യോജിക്കുന്നുവോ അവനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. അവൻ യോജിക്കുന്നില്ലേ, അതിനനുസരിച്ചുള്ള വെറുപ്പാണ് അവനോട് നമുക്കുണ്ടാകുക, അതല്ലാതെ മറ്റ് മാനദണ്ഡമല്ല. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ മാർഗം ഒരാൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ എൻ്റെ ഗ്രൂപ്പിലേക്ക് അവനില്ല, എന്നോടൊപ്പം അവനും പ്രവർത്തിക്കുന്നില്ല, ദഅവാരംഗങ്ങളിൽ അവൻ എൻ്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ ദഅവത്ത് നടത്താൻ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൊരു സംഘടനയിൽ അവനില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെയും വെറുക്കുകയില്ല. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ലക്ഷണമല്ല, അത് ബിദ്അത്തുകാരുടെ ലക്ഷണമാണ്. അവരുടെ നേതാക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട്, അവരുടെ നേതാക്കളെ നാട്ടിവെച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അതിൻ്റെ പേരിൽ ആളുകളെ വലാവും ബറാവും കൽപ്പിക്കുക എന്നുള്ളത് അഹ്ലുൽ ഫുർഖത്തിൻ്റെ ഭിന്നിപ്പുകാരുടെ സ്വഭാവമാണ്. ഒരു പണ്ഡിതനെ നിശ്ചയിക്കുക, അയാളെ ഇഷ്ടപ്പെടുന്ന ആളെ സ്നേഹിക്കുക, അയാൾ വെറുക്കുന്ന ആളെ നമ്മൾ വെറുക്കുക. അതേപോലെ തന്നെയാണ് സംഘടനയും ഗ്രൂപ്പുകളും കക്ഷികളും ഒക്കെ. അവരുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർ സ്നേഹിക്കും, അവരുടെ ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ സ്നേഹിക്കുകയില്ല. അതല്ലാതെ ഈ വ്യക്തി സുന്നത്തിലാണോ അല്ലേ എന്നുള്ള പരിശോധന അവിടെ ഇല്ല. ചിലപ്പോൾ ഇവൻ്റെ ഗ്രൂപ്പിലില്ലാത്ത, ഇവൻ്റെ കക്ഷിയിലില്ലാത്ത ഈ വ്യക്തി ഇവനേക്കാളും സുന്നത്തിനോട് യോജിച്ചവനായിരിക്കും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ സ്വീകരിക്കുന്നവനായിരിക്കും, സ്വഹാബികളുടെ മാർഗം തന്നെയായിരിക്കും. സ്വഹാബികളുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരു വിശ്വാസകാര്യം പോയിട്ട് ഒരു ആചാര കർമ്മത്തിലുള്ളൊരു കാര്യം പോലും ഇവൻ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഇവൻ വെറുക്കുകയാണ്, കണ്ടാൽ ചിരിക്കുന്നില്ല, സലാം പറയുന്ന ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുന്നില്ല. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുള്ള ഹക്കാണ്, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനെ കണ്ടാൽ സലാം പറയണം, കൊടുക്കുന്നില്ല. എന്താ കാര്യം? അവൻ എടുക്കുന്നുണ്ടോ? കാരണം എന്താണ്? അവന് ഈ അവൻ്റെ ഗ്രൂപ്പിലില്ല, അവൻ്റെ കക്ഷിയില്ല എന്നൊരൊറ്റ കാരണമാണ്. ചിന്തിച്ചു നോക്കി, എത്ര മുസ്ലിമീങ്ങളാണ് ഈ ഒരു ദുരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവൻ്റെ ഗ്രൂപ്പിലില്ല, ഞാൻ ചേർന്നിട്ടുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല, ഈ കാരണം കൊണ്ട് ചില ആളുകൾ വെറുക്കുക. പറയപ്പെടാൻ മാത്രം എന്താണ് ഈ വെറുക്കുന്ന ആളുകളിൽ ഉള്ളത്? അവർക്ക് സലഫിയത്തിൽ എവിടെയാണ് കുറവ് വന്നിട്ടുള്ളത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പിൻപറ്റുന്ന കാര്യത്തിൽ എവിടെയാണ് കുറവ് വന്നിട്ടുള്ളത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പറയപ്പെടാവുന്ന കാര്യങ്ങളിൽ അവർക്ക് കുറവ് വരാതെ സഹോദരങ്ങളെ നമ്മൾ അവരെ വെറുക്കുന്നുണ്ട് എങ്കിൽ, അവരകറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട അടയാളമാണ് അവർ വലാഉം ബറാഉം, അവർ സ്നേഹബന്ധം സ്ഥാപിക്കുന്നതും അതുപോലെ ബന്ധവിച്ഛേദനം നടത്തുന്നതും അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ എത്രമാത്രം പിൻപറ്റുന്നോ ഇല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ച് നമുക്ക് നിസ്കാര ശേഷം ഒരു അല്പം കൂടി 10-20 മിനിറ്റ് കൂടി നമുക്ക് സംസാരിക്കാം. ഇശാ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ചെത്തുക. അല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അവസാനമായി പറഞ്ഞു വന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലാണ് നമ്മളെങ്കിൽ നമ്മൾ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട അതിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ് എന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞു അഹ്ലുസുന്നത്തി വൽ ജമാഅ
അവർ ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസകാര്യത്തെക്കുറിച്ചായിരിക്കും, വിശിഷ്യ തൗഹീദിനെ കുറിച്ചായിരിക്കും. കാരണം അമ്പിയാക്കളുടെ മുഴുവൻ മാതൃകയും അതിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ പരമപ്രധാനമായി ആദ്യം ഓർമ്മപ്പെടുത്തിയത് തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ്. അതിനുശേഷമാണ് ദീനിൻ്റെ പ്രധാനപ്പെട്ട നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അതിൻ്റെ വക്താക്കളാണെന്ന് പറയുന്ന ആളുകളുടെ നാവുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെക്കുറിച്ച് തൗഹീദിനെക്കുറിച്ചുള്ള സംസാരം നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തെക്കുറിച്ച്, യഥാർത്ഥ വിശദീകരണത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അത് തന്നെ അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളല്ല എന്ന് വളരെ വ്യക്തമാക്കി നൽകുന്ന കാര്യമാണ്. ഇനി അതിനുമപ്പുറം ആ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ള, ആ തൗഹീദിൻ്റെ ഇൽമ് ആളുകളിൽ ആഴത്തിൽ പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് അവരുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും എന്നുള്ളത്. അവർക്ക് മറ്റാരുടെ വാക്കിനേക്കാളും അവരേറെ പ്രാധാന്യം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനായിരിക്കും. മഹാന്മാരായ അയിമ്മത്തുകളെ അവർ ആദരിക്കുന്നതോടൊപ്പം അവരുടെ ഇൽമിനെയും അവർ ഈ ദീനുൽ ഇസ്ലാമിന് നൽകിയ ഖിദ്മത്തിനെയും ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ, അതിന് വില കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വാക്കുകൾ തന്നെ മാനിച്ചുകൊണ്ട്, അവരുടെ വാക്കുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കെതിരായി വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മുറുകെ പിടിക്കുക എന്നതിനെ മുന്തിക്കുന്നവരാണ്. എന്നാൽ ഈ ആളുകൾ നാലാലൊരു മദ്ഹബ് പിൻപറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ ദാല്ലും മുദല്ലുമാകും, വഴിപഴച്ചവനുമായി മാറുമെന്ന് പറയുന്നവർ, അവർ പറയുന്നത് റസൂലുള്ളാഹിൻ്റെ ഹദീസ് മദ്ഹബിനെതിരായി വന്നു കഴിഞ്ഞാൽ ആ ഹദീസിനെ നിങ്ങൾ വ്യാഖ്യാനിച്ചൊപ്പിച്ച്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിനെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് മദ്ഹബിൻ്റെ ആ കൗലിനെ അത് തെറ്റുകയില്ല എന്ന് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കണം എന്നാണ്. ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹിൻ്റെ വാക്കുകളെ അസ്ഥാനത്ത് പ്രയോഗിക്കുന്നതിൽ അവർക്ക് യാതൊരു പ്രയാസമില്ല. അവരുടെ ഇമാമിൻ്റെ വാക്ക് തെറ്റാണെന്ന് അവർക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ വിഷയത്തിൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല, സ്വഹീഹായ ഹദീസിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് എന്നവർക്ക് പറയാൻ സാധിക്കുകയില്ല. അന്ധമായ തഖലീദ്, അനുകരണം, അവർ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ നിസ്സാരവൽക്കരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ അങ്ങനെയല്ല. അവർ റസൂലുള്ളാഹിൻ്റെ വാക്കുകൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രാധാന്യം നൽകുന്നതാണ് എന്ന് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യമായി നമ്മൾ പറഞ്ഞത്, സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ മുസ്ലിമീങ്ങളോട് ഗുണകാംക്ഷയുള്ളവരാണ്. അവൻ്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങളോട് അവൻ സ്നേഹബന്ധം സ്ഥാപിക്കുന്നതും ബന്ധവിച്ഛേദനം അറിയിക്കുന്നതും ഒരേ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അവർ എത്രത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ സ്വഹാബികളെ അനുധാവനം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വേറൊന്നും അവരുടെ ഇടയിൽ മാനദണ്ഡമല്ല. അവൻ എൻ്റെ ഗോത്രക്കാരനാണോ, എൻ്റെ നാട്ടുകാരനാണോ, എൻ്റെ രാജ്യക്കാരനാണോ, എൻ്റെ സംഘത്തിലുള്ളവനാണോ, എൻ്റെ സംഘടനയിലുള്ളവനാണോ, ഇതൊന്നും അവർക്ക് സഹോദരങ്ങളെ ഒരു മാനദണ്ഡമല്ല. അവർ സ്നേഹിക്കുക, അവർ സ്നേഹം ഒഴിവാക്കുക, ഒരേ ഒരു അടിസ്ഥാനം റസൂലുള്ളാഹിൻ്റെ ഹദീസിനോട് ഇവൻ എത്രമാത്രം കൂറ് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വ്യത്യസ്ത ദഅവ മേഖലയിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അങ്ങനെയാണോ ആളുകളെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും? ഞാൻ എത്രയോ ആളുകളെ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന പ്രഭാഷകരെ, ആ ദീന് പാലിച്ച് ജീവിക്കുന്ന ആളുകളെ ഞാൻ വെറുക്കുന്നുണ്ട്. എന്തിനാണ്? പലർക്കും കാരണം തന്നെ അറിയില്ല. കാരണം എൻ്റെ സംഘടന പറഞ്ഞിരിക്കുന്നു, ഇന്ന ആളുകളെ ഒന്നും നമ്മൾ അടുപ്പിക്കാൻ പാടില്ല, സ്നേഹിക്കാൻ പാടില്ല. കാരണം
അവർ നമ്മുടെ സംഘടനക്കെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ താല്പര്യങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ നമ്മളുമായി അവർ സഹകരിക്കുന്നില്ല, അത് തന്നെ മതിയായതാണ് അവരെ നമുക്ക് വെറുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ വരെ ബഹുമാന പുരസ്സരം അവർ ആദരിച്ചിരുന്ന പണ്ഡിതന്മാരെ പോലും ഒരൊറ്റ കാരണത്താൽ അവരുടെ സംഘടനയുടെ മുകളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും എന്ന ആളുകളൊന്നും നമ്മളുമായി സഹകരിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവരെ വെറുക്കുന്നതിനോ അവരെക്കുറിച്ച് അപവാദം പറയുന്നതിനോ യാതൊരു പ്രയാസവുമില്ല. ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട യാതൊരു പവിത്രതയും കൊടുക്കാതെ അവരെ വെറുക്കുകയും അവരെക്കുറിച്ച് ആക്ഷേപം പറയുന്നതൊക്കെ നമ്മൾ നാടുകളെ കാണുകയാണ്. എന്നാൽ ഇവർ ഒരുമിച്ച് ഒരു കുടക്കീഴിലാണെങ്കിലോ, ഇവൻ എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും ശരി, ഇവൻ്റെ തെറ്റുകളെ മറച്ചു വെക്കും, ഇവൻ്റെ തെറ്റുകൾ ആളുകൾക്കിടയിൽ എത്തിക്കുകയില്ല. ഇവൻ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ പോലും അവനോട് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇവനില്ല. കാരണം അവൻ എൻ്റെ കൂടെ തന്നെയാണ്. ഇത് സഹോദരങ്ങളെ കക്ഷിത്വത്തിൻ്റെ, ഹിസ്ബിയത്തിൻ്റെ ലക്ഷണമാണ്. അത് നമ്മൾ ഒരാൾക്കുണ്ടാകാൻ പാടില്ല. അത് ഒരു സംഘടനാ മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്കുണ്ടാകാൻ പാടില്ല. ആ സംഘടനയിൽ നിന്ന് മാറി നിന്ന് മെമ്പർഷിപ്പ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതോ വെറുക്കുന്നതോ അത് മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൻ്റെയോ കാരണത്താലാകാൻ പാടില്ല. മറിച്ച് അവരെത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നുണ്ട്, സഹാബികളുടെ മാർഗം എത്രത്തോളം അവർ മുറുകെ പിടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദു അലൈഹ ബിൻ നവാജിസ്, അണപ്പല്ല് കൊണ്ട് ആ മാർഗം മുറുകെ പിടിക്കുക. അതിലെത്രത്തോളം അവർക്ക് കണിശതയുണ്ട്. സുന്നത്തൊന്നും വലിയ നിലയിൽ പരിഗണിക്കുന്നില്ല, ആ മാർഗത്തിലൊന്നും അവർ ഉറച്ചു നിൽക്കുന്നില്ല. അവരവരുടെ കാര്യവുമായി നടക്കുന്നവരാണ്. എങ്കിൽ അവരോട് നമ്മുടെ സ്നേഹം കുറവായിരിക്കും. എന്നാൽ സുന്നത്തിനോട് ഒരാൾ അടുക്കുന്നതോടുകൂടി അവനോടുള്ള സ്നേഹം നമുക്ക് കൂടണം. സഹോദരങ്ങൾ, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമുക്ക് പൊതുവേ അറിയാവുന്ന കാര്യമാണ്, അല്ല, നമ്മൾ എല്ലാവരും അറിയുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇതേ ആശയങ്ങൾ അഥവാ ദഅവത്തു സലഫിയ അല്ലെങ്കിൽ ദഅവത്തു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദഅവത്ത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരിൽ ചിലർ ഈ നാട്ടിലുള്ള പൊതുവെ നേരത്തെ അവർ ചെയ്തിരുന്നത് പോലെയുള്ള ചില സംഘടന സെറ്റപ്പുകളിലായിട്ട് ദഅവത്ത് നടത്തുന്നവരുണ്ട്. എന്നാൽ വേറെ ചിലർ അത്തരം സംഘടനകളൊന്നും ആവശ്യമില്ല, മറിച്ച് നമ്മൾക്ക് കൂട്ടായ ദഅവത്ത് മതിയാകുന്നതാണ്, അത്തരം സംഘടനകൾ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്താം എന്നതിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരാൾ അങ്ങനെ തൻ്റെ സംഘടനയിലില്ലാതെ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്നും പുറത്തു പോയവനെ പോലെ അവനെ വെറുക്കുന്നത് കാണാൻ സാധിക്കും. അവൻ തൻ്റെ സഹോദരനല്ല എന്നുള്ള രൂപത്തിലാണ്. കാരണം അവൻ എൻ്റെ സംഘടനയിലില്ല. അഥവാ സംഘടനയിൽ ചേർന്നാൽ മാത്രമാണ് ഒരാൾ സലഫി ആകുകയുള്ളൂ, അതല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ രക്ഷപ്പെട്ടവരുടെ മാർഗം സ്വീകരിക്കുന്നവരാകുകയുള്ളൂ എന്ന രൂപത്തിലാണ് പലപ്പോഴും അവർ സംസാരിക്കുന്നത്. നാം നേരത്തെ കേട്ടതുപോലെ അൽ ജമാ അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്നത് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അൽ ജമാ എന്ന് പറഞ്ഞാൽ സംഘടന എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സംഘടന എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ സുന്നത്തിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ, സ്വഹാബികളുടെ മാർഗം, തൗഹീദ്, സുന്നത്ത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭൗതികമായ മാധ്യമം മാത്രമാണ്. അതെവിടെയാണ് ആവശ്യം അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ നാട്ടിൽ അങ്ങനെ ദഅവത്ത് നടത്താവൂ, നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. വേറെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല, അത്ര മാത്രമേ അതിനുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിൽ ചേരുക എന്നുള്ളത് അത് ദീനുൽ ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഘടകങ്ങളെപ്പോലെ കാണുക, അതിൽ നിന്നൊരാൾ മാറി നിൽക്കുക എന്നുള്ളത് വലിയൊരു പാതകം ചെയ്തതുപോലെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും സഹോദരങ്ങളെ മഹാന്മാരായ ഈ ദീനിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കാത്തതായ കാര്യമാണ്. ആർക്കും വേണമെങ്കിൽ ചോദിച്ചു നോക്കാമല്ലോ, അല്ലേ? ആർക്കും ചോദിച്ചു നോക്കാം. ഇന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ എമ്പാടും ജീവിക്കുന്നുണ്ട് ലോകത്തെ രാജ്യങ്ങളിൽ. അവരോടൊരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ. പണ്ഡിതനോട് നമുക്ക് ചോദിക്കാം, ഷേഖ്, ഇതെവിടെ കുറച്ച് ആളുകളുണ്ട്, ഇവർ നമ്മുടെ സംഘടനയിലൊന്നും ചേർന്ന് പ്രവർത്തിക്കുന്നില്ല,
ഇവർ സലഫി ദഅവത്ത് തന്നെയാണ് നടത്തുന്നത്, അല്ലെ പറയുമ്പോൾ സത്യം പറയണം, സലഫി ദഅവത്ത് തന്നെയാണ് നടത്തുന്നത്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇവരെങ്ങനെ നോക്കിയിട്ട് നമ്മുടെ സംഘടനയിലേക്ക് പ്രവർത്തിക്കുന്നില്ല, അതിൽ പ്രവേശിക്കുന്നില്ല. ഇവർ വേറെ കൂട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് തെറ്റാണോ എന്നൊരു പണ്ഡിതനോട് ചോദിക്കുകയും അത് തെറ്റാണെങ്കിൽ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ ഒരു പണ്ഡിതനും പറയുകയില്ല, പറഞ്ഞിട്ടുമില്ല. എന്നാൽ സഹോദരങ്ങൾ, അതിൻ്റെ പേരിൽ ഇവർ ഒരുപാട് ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അഥവാ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഖുർആനിൻ്റെ ആയത്തിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവൻ ഖുർആനിൻ്റെ ആയത്തുകൾക്കെതിരാണ് എന്നാണ് സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവർ പറയുന്നു, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക. ഇത് ഖുർആനിലുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുണ്യത്തിലും അതുപോലെ തന്നെ തഖ്വയിലും സഹകരിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സംഘടന ഉണ്ടാക്കാത്തവൻ ഈ ആയത്തിനെതിരാണ് എന്നാണ്. അല്ലെ സഹോദരൻ, ആര് ചിന്തിച്ചാലും ഒരു നേർബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ആയത്തിൽ പരസ്പരമുള്ള സഹകരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പരസ്പരം പുണ്യത്തിൽ സഹകരിക്കണം. എവിടെയാണ് ഈ ആയത്തിൽ ഒരു സംഘടന ഉണ്ടാക്കണമെന്നുള്ളത്? അല്ലെ, അങ്ങനെ ഈ ആയത്തിന് താല്പര്യമുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞ 1300 വർഷം സംഘടനകൾ ഉണ്ടാക്കാതെ അവർ ദഅവത്ത് നടത്തുമായിരുന്നു? ഒരിക്കലുമില്ല. ഈ ആയത്തിൻ്റെ താല്പര്യം ഇങ്ങനെ സംഘടന ഉണ്ടാക്കണം, അതിനൊരു നേതാവ് ഉണ്ടാകണം, അതിനൊരു പ്രസിഡന്റ് ഉണ്ടാകണം, സെക്രട്ടറി ഉണ്ടാകണം, അങ്ങനെയൊക്കെ ആകണം എന്നാണെങ്കിൽ അത് യാതൊരു പുതുതായി വന്നൊരു കാര്യമല്ല. ആളുകൾക്ക് എപ്പോൾ ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് ഒരാവശ്യമുള്ളതായി ആളുകൾ കണ്ടിട്ടില്ല. ഇനി ശരി, ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് പരിഗണിക്കുക, അതെന്തേ വരികയുള്ളൂ? അതൊരു അനുവദനീയമായ കാര്യമാണ്, അത് അനുവദനീയമാണ് എന്നേ വരികയുള്ളൂ. അതൊരാൾ ചെയ്യാത്തതിൻ്റെ പേരിൽ കുറ്റക്കാരനാവുകയില്ല. കാരണം ആയത്തിൻ്റെ താല്പര്യം നിങ്ങൾ കൂട്ടമായി നന്മയിൽ സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത്രയല്ല അതിൻ്റെ താല്പര്യമുള്ളൂ. നിങ്ങൾ കൂട്ടമായി സഹകരിക്കണം. നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് അവനവൻ്റെ കാര്യം നോക്കി പോകരുത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ പരസ്പരം കൂട്ടത്തോടെ സഹകരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇന്ന് ഇവിടെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ആയത്തിൻ്റെ താല്പര്യം തന്നെയാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ. ഇത് നല്ലൊരു കാര്യമാണ്. അള്ളാഹിൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കുന്ന മജ്ലിസാണ് എന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് സഹകരിച്ചു. സമ്പത്ത് കൊണ്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ശരീരം കൊണ്ടും അവരുടെ സമയം മാറ്റി വെച്ചുകൊണ്ടും പലരും സഹകരിച്ചു. അതുതന്നെയാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. അതല്ലാതെ ഇവിടെ ഒരു പരിപാടി വെക്കണമെങ്കിൽ ഈ ആയത്തിൻ്റെ താല്പര്യം ആദ്യം ഒരു സംഘടന ഉണ്ടാക്കണം, എന്നിട്ട് ഈ പരിപാടി വെക്കണം, അങ്ങനെയാണോ? അങ്ങനെ ഒരാളും വിശദീകരിക്കുകയില്ല, ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടാക്കൽ നിർബന്ധമാണെന്നോ അതല്ലെങ്കിൽ മുസ്തഹബാണെന്നോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരണമായിരുന്നു. മറിച്ച് ഈ ആയത്തിൻ്റെ താല്പര്യം കൂട്ടായിട്ട് നന്മയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു പല തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ മറ്റു പല തെളിവുകളും എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ഇത് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവാണെന്ന് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകൂനു മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരോടൊപ്പം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥവും സാദിഖീങ്ങളായ സംഘടനക്കാരോടൊപ്പം തന്നെ നിൽക്കണമെന്നാണോ? അല്ലല്ലോ. സത്യസന്ധന്മാരായ ആളുകളുണ്ട്, അള്ളാഹിൻ്റെ ദീനനുസരിച്ച് മുറുകെ പിടിക്കുന്ന ആളുകളുണ്ടാവും, അവരോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്നാണ് ഇതിൻ്റെ താല്പര്യം. അതല്ല എങ്കിൽ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, അയിമ്മത്തുകളായ ആളുകൾ കഴിഞ്ഞുപോയി. ഇവരാരും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് അവരെല്ലാവരും അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ ദഅവത്തുകൾ നടത്തുകയും ദർസുകൾ നടത്തുകയും ഇത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും അങ്ങനെ ആളുകൾ പരസ്പരം ഹക്കിലേക്ക് ദഅവത്ത് നടത്തുകയും ഹക്കിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്ത് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനോടൊപ്പം നിൽക്കുക. ഇത് സംഘടനയോടൊപ്പം നിൽക്കാനുള്ള അവിടുത്തെ കൽപ്പനയാണ് അല്ലെങ്കിൽ പ്രോത്സാഹനമാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ. അവർ അറിഞ്ഞു അറിയാതെ എത്ര വലിയ അബദ്ധമാണ് പറയുന്നത്. കാരണം റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വഹാബികളോ താബീങ്ങളോ ആരും അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് എന്തേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ? നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോടൊപ്പം നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്ന ആ വ്യക്തിയോട് നമുക്ക് ചോദിക്കാമല്ലോ, എന്തുകൊണ്ടാണ് വേറെയും മാതൃസംഘടനകൾ ഇവിടെ ഉണ്ട്, 100 വർഷത്തിനടക്കം പ്രായമുള്ള മറ്റു സംഘടനകളുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയാനുണ്ടാകും അവരുടെ അടുത്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്.
അപ്പം അതേപോലെയുള്ള കാര്യങ്ങൾ ഈ സംഘടനയോടൊപ്പം പ്രവർത്തിക്കാത്ത ആളുകൾക്കും പറയാനുണ്ടാകും. അത്രയേ ഉള്ളൂ. അതല്ലാതെ ഈ ആയത്തിനെതിരല്ല സഹോദരങ്ങൾ ഒരിക്കലും. അതുകൊണ്ട് നമ്മൾ പറയുക, നമ്മൾ ആളുകളെ സ്നേഹിക്കേണ്ടതും വെറുക്കേണ്ടതൊന്നും ഈ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. പലരും അങ്ങനെ ആയിത്തീരുകയാണ്. സംഘടനയിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം, അവനെ കാണുമ്പോൾ ഒരു പ്രത്യേക ചിരി, അതല്ലാത്ത ആളെ കാണുമ്പോൾ അവൻ്റെ ചിരി മങ്ങുകയാണ്, മുഖം തിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരിക്കലും അങ്ങനെ ആകാൻ നമ്മൾ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, മറ്റൊരു വിഷയം, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ യൻതഹിജൂനൽ വസതിയ ഫി ജമീഇ ഷഹ്നിഹിം, അവരെല്ലാ കാര്യത്തിലും അവർ വസതിയത്ത്, മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. എന്താണ് വസതിയത്ത് എന്ന് പറയുന്നത്? ഹക്കിൻ്റെ മാർഗ്ഗമാണ്. അതായത് എപ്പോഴും ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അവിടെ രണ്ട് വഴികേടിൻ്റെ മാർഗ്ഗം ഉണ്ടാകും. ഒന്ന് അതിരുകവിൻ്റെ മാർഗ്ഗം ഉണ്ടാകും, ഒന്ന് അലംഭാവത്തിൻ്റെ മാർഗ്ഗം ഉണ്ടാകും. ഇതിന് മധ്യയായിരിക്കും എപ്പോഴും ഹക്ക് ഉണ്ടാവുക, സത്യം ഉണ്ടാകുക. ഇതാണ് നമ്മളെപ്പോഴും സിറാത്തുൽ മുസ്തഖീം എന്താണെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗ്ഗമാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമ്മൾ സിറാത്തുൽ മുസ്തഖീം ചോദിക്കുന്നുണ്ട്. ആ സിറാത്തുൽ മുസ്തഖീം അല്ലാഹു തആല തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗം, അല്ലാഹുവിൻ്റെ സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളുടെയും മാർഗ്ഗം, സ്വഹാബികളുടെ മാർഗ്ഗം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, മഗ്ലൂബി അലൈഹിമുടെയും വലദ്ദാലിൻ്റെയും മാർഗ്ഗമല്ല. മഗ്ലൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ യഹൂദികളാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അതനുസരിച്ച് അവർ അമല് ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പുറത്ത് വലദ്ദാലീൻ എന്ന് പറയുന്നത് നസറാണികളാണ്. അവർ അള്ളാഹിൻ്റെ ദീനിനെ മനസ്സിലാക്കാതെ, അവർ ഇൽമില്ലാതെ എന്തൊക്കെയോ തോന്നിയ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അവർ രണ്ടും വഴികേടിലാണ്, രണ്ടും തെറ്റായ മാർഗത്തിലാണ്. ഒന്ന് അതിര് കവിഞ്ഞെങ്കിൽ മറ്റൊന്ന് അലംഭാവം കാണിച്ചു. യഹൂദർ അതിര് കവിഞ്ഞു, നസറാണികൾ അലംഭാവം കാണിച്ചു. ഒന്ന് ഇഫ്റാത്തും ഒന്ന് തഫ്രീത്തുമാണ്. ഇതിനിടയിലാണ് ഇൽമും അമലും ഒരുമിപ്പിച്ചവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇൽമും അമലും ഒരുമിപ്പിച്ചവരാണ് സിറാത്തുൽ മുസ്തഖീമിൻ്റെ ആളുകൾ. അവർ ഇൽമ് മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ്. അപ്പം എല്ലാ വിഷയങ്ങളിലും അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, നബിമാരോടും സാലിഹീങ്ങളോടുമുള്ള സമീപനം, അഹ്ലുസുന്നത്തി വൽ ജമാഅ നബിമാരെ അവരെ ആദരിക്കുന്നവരാണ്, സാലിഹീങ്ങൾ ആദരിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ വലികൾ ആദരിക്കുന്നവരാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എൻ്റെ വലിയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട്, ആരെങ്കിലും എൻ്റെ വലിയനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ അവനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പം അള്ളാഹിൻ്റെ വലികളെ, ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നന്നായി ഇബാദത്ത് ചെയ്യുന്ന, തഖ്വയോടുകൂടി അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അത്തരക്കാരായ ആളുകൾ ആരെങ്കിലൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. ഏറ്റവും വലിയ ആരാണ്? പലർക്കും ഏറ്റവും വലിയ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഷെയ്ഖന്മാരെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഏറ്റവും വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും വലിയായിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ബിൻ ഖത്താബാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്, അലി ബിൻ അബി താലിബാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. സ്വഹാബികളാണ്. ഇവരെ ആരെങ്കിലുമൊക്കെ വെറുത്തിട്ടുണ്ടെങ്കിൽ, ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ അഭിമാനത്തിന് വ്രണപ്പെടുത്തിയിട്ടാണെങ്കിലും ശരി, ഏത് നിലക്കാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പം അവർ വെറുക്കാൻ പാടില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമുക്ക് രണ്ട് രൂപത്തിലും കാണാൻ സാധിക്കും. ഇഫ്രാത്തിലെത്തിയ ആളുകളുമുണ്ട്, തഫ്രീത്തിലെത്തിയ ആളുകളുമുണ്ട്, അതിര് കവിഞ്ഞവരുമുണ്ട്, അലംഭാവം കാണിച്ചവരുമുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ബഹുമാനിക്കാത്തവരുണ്ട്, അവരെ ചീത്ത പറയുന്നവരുണ്ട്, അവരെ ലഅനത്ത് ചൊല്ലുന്നവരുണ്ട്, അവരെ ഉപദ്രവിക്കുന്നവരുണ്ട്. അതിര് കവിഞ്ഞ ആളുകളാണവർ. എന്നാൽ ഇപ്പുറത്ത് ഔലിയാക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഔലിയാക്കളെ തന്നെ ആരാധിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ഔലിയാക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ ഔലിയാക്കളോട് തന്നെ പ്രാർത്ഥിക്കുക. ഔലിയാക്കളോട് സ്നേഹം, ബഹുമാനം എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരായ ആളുകളുടെ ഖബറുകളെക്കാൾ ഔലിയാക്കളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കെതിരാണത്. അവിടുന്ന് ഒരു ചാണിനപ്പുറത്തേക്ക് ഉയർത്താൻ അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ ഇവർ ഔലിയാക്കളെ ബഹുമാനിക്കുകയാണെന്ന് പറഞ്ഞ് ആദ്യത്തെ പടി അവരുടെ ഖബറുകൾ കെട്ടിയുയർത്തുക. രണ്ടാമത്തെ പടി അവരുടെ ഖബറുകളുടെ അടുക്കലേക്ക് പോയി അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ നടത്തുക.
മൂന്നാമത്തെ പണി ആ ഖബറിൻ്റെ അടുക്കൽ പോയി അവരോട് തന്നെ പ്രാർത്ഥിക്കുക, സഹായം തേടുക. അങ്ങനെ കടുത്ത ഷിർക്കിൽ മുശ്രിക്കായി തീരുന്ന അവസ്ഥ സഹോദരങ്ങളെ ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധ്യമമായ നിലപാടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവർ ഔലിയാക്കൾ ആദരിക്കുന്നവരാണ്, എന്നാൽ ആരാധിക്കുന്നവരല്ല. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങൾ, ഖദറിൻ്റെ വിഷയത്തിൽ എടുത്തു നോക്കൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിൽ മധ്യമ നിലപാട് സ്വീകരിച്ചവരാണ്. ഖദരിയാക്കളായ ആളുകൾ പറയുന്നത് അങ്ങനെ ഖദർ എന്ന് പറയുന്ന കാര്യമില്ല, എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചത് ഞാനിപ്പോൾ ഉദ്ദേശിച്ച് ഇവരെ സംസാരിച്ചതാണ്, അള്ളാഹു ഇത് നേരത്തെ എഴുതിയിട്ടില്ല എന്നാണ് ഖദരിയാക്കളുടെ വിശ്വാസം. ഇങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ ഉണ്ടാകണമെന്നും ഇവിടുത്തെ സംസാരങ്ങൾ ഇന്നതായിരിക്കണമെന്നും അള്ളാഹു നേരത്തെ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നിങ്ങളിപ്പോൾ സംസാരിച്ചപ്പോൾ അതവിടെ അങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത്. ഖദരിയാക്കളുടെ വാദമാണത്. എന്നാൽ ജബരിയാക്കളാകട്ടെ അവർ പറയുന്നത് എല്ലാം എഴുതപ്പെട്ടതാണ്, ശരിയായ കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് പിന്നിലൊരു തെറ്റായ ഉദ്ദേശമുണ്ട്. എല്ലാം എഴുതപ്പെട്ടതാണ്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കാറ്റത്ത് അപ്പൂപ്പൻ താടി പറക്കുന്നത് പോലെ ഇങ്ങനെ പറക്കും. അതുകൊണ്ട് നമ്മൾ തിന്മകളൊന്നും ചിന്തിക്കേണ്ടത്, അള്ളാഹ് എല്ലാം തിന്മയൊക്കെ നേരത്തെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കള്ളു കുടിക്കും, വ്യഭിചരിക്കും, കാരണം എല്ലാം എഴുതിയിട്ടുണ്ട് എന്നാണ്. രണ്ടും തെറ്റായ നിലപാടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നന്മ തിന്മകൾ കൃത്യമായി കാണിച്ചു തരികയും നന്മ പ്രവർത്തിക്കാൻ പറയുകയും അതിൻ്റെ പര്യവസാനം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തിന്മ വിട്ടു നിൽക്കാൻ പറയുകയും അതിൻ്റെ ഗൗരവപരമായ പര്യവസാനം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖദറിൻ്റെ വിഷയത്തിൽ നമ്മൾ വിശ്വസിക്കും. ഖദർ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അത് എന്താണെന്ന് നമുക്കറിയുകയില്ല. നമ്മളോട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ഇനി ഈമാനിൻ്റെ വിശ്വാസത്തിൽ കാണാൻ സാധിക്കും, അവിടെ അഹ്ലുസുന്നത്തിൽ നിന്നും തെറ്റിപ്പോയ രണ്ട് വിഭാഗം, മുർജിയാക്കളൊന്ന്, ഖവാരിജുകളൊന്ന്. ഖവാരിജുകളുടെ വിശ്വാസം വൻപാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ ഒന്നാകെ തീർന്നു എന്നാണ്. ഒരാൾക്ക് വൻപാപം സംഭവിച്ചു പോയാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായിപ്പോയി, അവൻ്റെ ഈമാൻ പൊളിഞ്ഞുപോയി എന്നാണ്. എന്നാൽ മുർജിയാക്കളായ ആളുകൾ വിശ്വസിക്കുന്നത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് തിന്മ സംഭവിച്ചാലും ശരി അവൻ്റെ ഈമാൻ ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഏറ്റവും വലിയ തെമ്മാടിയുടെ ഈമാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനും ഒരുപോലെയാണ്. ഈമാനിന് ഏറ്റക്കുറച്ചിലുകളില്ല. അഥവാ അമലുകൾക്ക് ഈമാനിന് യാതൊരു വിശ്വാസത്ത് കാര്യങ്ങൾക്ക് യാതൊരു സ്വാധീനവുമില്ല. എത്ര മോശം അമൽ ചെയ്താലും കുഴപ്പമില്ല, ഈമാൻ ഒരുപോലെ തന്നെയാണ് എന്ന വിശ്വാസമാണ് മുർജിയാക്കൾക്ക്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ പറയുന്നു അൽ ഈമാനു യസീദു ബിത്താഅത്തി റഹ്മാൻ. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നതിലൂടെ അത് ഉയർന്നതാണ്. വയൻഖുസു ബിത്താഅത്തി ശൈത്താൻ, അത് പിശാചിനെ അനുസരിക്കുന്നതിലൂടെ അത് കുറഞ്ഞു പോകുന്നതാണ്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകുന്ന കാര്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. വൻപാപങ്ങളിലൂടെ അത് പൊളിഞ്ഞു പോകുകയില്ല, പക്ഷെ കുറഞ്ഞു പോകും. എന്നാൽ ഈമാൻ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത് വേറെയുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈ പറയുന്ന വൻ പാപങ്ങൾ അതൊരിക്കലും ഈമാനിനെ പൊളിച്ചു കളയുന്ന, ഈമാനിനെ പാടയില്ലാതാക്കി കളയുന്ന, കാഫിറാക്കി കളയുന്ന കാര്യമല്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, തവക്കുലിൻ്റെ കാര്യത്തിൽ, ബരമേൽപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇതിൽ രണ്ട് വിഭാഗത്തെ കാണാൻ സാധിക്കും. ഒരു സബബുകളും സ്വീകരിക്കാതെ, ഒരു കാരണങ്ങളും സ്വീകരിക്കാതെ അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നുള്ളത് ശരിയായ വിശ്വാസമല്ല. ഇനി അവൻ എന്തെങ്കിലുമൊക്കെ കാര്യകാരണങ്ങളെ അവൻ അവലംബിച്ചാൽ അള്ളാഹുവിൻ്റെ തവക്കുലാക്കാതെ, കൽബ് അള്ളാഹുമായി ബന്ധപ്പെടാതെ ഈ ചെയ്യുന്ന അവൻ്റെ കാര്യകാരണങ്ങളിൽ അവൻ്റെ കൽബ് ബന്ധിപ്പിക്കുക എന്ന് പറയുന്നതും പിഴച്ച കാര്യമാണ്. ഷിർക്കിൻ്റെ ഒരു ഇനങ്ങളിൽപ്പെട്ട കാര്യമാണ്. ഇതിന് മധ്യയാണ് കാര്യം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യകാരണങ്ങൾ അവൻ ചെയ്യുക, എല്ലാം അള്ളാഹുവിൽ അവൻ്റെ കൽബ് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിശ്വാസത്തിൽ അതാണ്. ഇനി മഹബത്തിൻ്റെയും ഖൗഫിൻ്റെയും റജാഇൻ്റെയും സ്നേഹത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മധ്യമ നിലപാടാണ്. ഈ മഹബത്തിൽ അതിരുകവിഞ്ഞ ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം എന്ന് പറഞ്ഞ അതിരുകവിഞ്ഞ ആളുകളാണ് സൂഫികളായ ആളുകൾ. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ചിട്ട് അവർക്ക് പേടിയില്ല. എല്ലാവിധ തോന്നിവാസങ്ങളും അവർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. മഹബത്ത് മാത്രമാണ്, ഹൃദയം മുഴുവൻ സ്നേഹമാണ്, ഈ രൂപത്തിലൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അവർക്ക് അള്ളാഹിനെ കുറിച്ച് പേടി ഉണ്ടാവുകയില്ല, അങ്ങനെ പേടിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഖൗഫിൻ്റെ വിഷയത്തിൽ അതിരുകവിഞ്ഞ ആളുകൾ ഖവാരിജിയത്തിലെത്തിയത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ആയത്തുകളെ കുറിച്ചിട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വഈദുകളുടെ, താക്കീതുകളുടെ ആയത്തുകളെ അത് കാണിച്ചിട്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അങ്ങേയറ്റം പേടിച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവർ.
റജായിൽ അതിര് കവിഞ്ഞ ആളുകളാണ് നേരത്തെ പറഞ്ഞ മുർജിയാക്കളായ ആളുകൾ. എത്ര തിന്മകൾ ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇതെല്ലാം ഒരുപോലെ വിശ്വസിക്കുന്നവരാണ്. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ഇതെല്ലാം ഒരുപോലെയാണ്. ഇതൊന്നും അവൻ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുകയില്ല, ഒരുപോലെ വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഏതേത് വിഷയങ്ങൾ എടുത്താലും അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ ജഹ്മിയാക്കളായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ പാടെ നിഷേധിക്കുന്നവരാണ്. അള്ളാഹു അങ്ങനെയുള്ള സിഫാത്തുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചുകൊണ്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തന്നെ നിഷേധിക്കുന്നതിൻ്റെ അവസ്ഥയാണ്. കാരണം അള്ളാഹുവിന് ഒരു വിശേഷണവുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്ക് എത്തും. നഊദു ബില്ലാ, അത്തരത്തിലുള്ള കുഫ്രൻ വാദങ്ങളാണ് അവർ പറയുന്നത്. എന്നാൽ ഇപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് തോന്നിയ രൂപത്തിൽ അർത്ഥം പറയുന്ന മുഅ്തസിലിയാക്കളെയും അശ്അരികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ അള്ളാഹു തആല പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നു. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ പോലെ അവൻ അസ്സമീആണ്, അൽ ബസീറാണ്. അതുപോലെ മറ്റാരുമില്ല. അള്ളാഹു അസ്സമീ ആണെന്ന് പറഞ്ഞാൽ അതുപോലെ വേറെ ആരുമില്ല, അത് അള്ളാഹുവിനുണ്ട്. അള്ളാഹു അൽ ബസീർ ആണെന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റാരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ. എന്നാൽ അവൻ എല്ലാം കാണുന്ന അൽ ബസീറാണ്, അസ്സമീ ആണ്, അതുണ്ട്, അത് സ്ഥിരപ്പെടുത്തുകയാണ്. എന്നാൽ അത് മറ്റൊരാളുടെയും പോലെയല്ല. ഒരാളോടും സാദൃശ്യപ്പെടുത്താനോ അതിനെ വ്യാഖ്യാനിക്കാനോ പാടില്ല എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അവർ എല്ലാ വിഷയത്തിലും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. തഹാറത്തിൻ്റെ വിഷയത്തിൽ പോലും, ശുദ്ധീകരണ മസ്അലയുടെ വിഷയത്തിൽ പോലും നസ്രാണികൾ നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ അവർ വളരെ മോശപ്പെട്ട ആളുകളാണ്. അവരിലെ ഏറ്റവും വാഴ്ത്തപ്പെടുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ, റഹബാനികളെ കുറിച്ചിട്ടൊക്കെ പുകഴ്ത്തപ്പെടാറുള്ളത് അവർ എത്രയോ ദിവസം കുളിച്ചിട്ടില്ല എന്നാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ, അവരത്രയും കുളിക്കാത്തവരാണ്, വൃത്തിയില്ലാത്ത ആളുകളായിരിക്കും. എന്നാൽ അപ്പുറത്തേക്കാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ ഹൈലുള്ള സ്ത്രീകളെ അവർ മുറിയിൽ പോലും പ്രവേശിപ്പിക്കുകയില്ല. അങ്ങനെയാണ് അവരുടെ ശുദ്ധിയുടെ വിഷയത്തിൽ അതിര് കവിച്ചിലുകൾ. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ, യഥാർത്ഥ ഇസ്ലാം, അത് സഹോദരങ്ങൾ ഇതിൻ്റെ മധ്യേയാണ്. മാലിന്യങ്ങളെ, നജസ്സുകളെ നജസായി കണ്ടു മാറ്റും, എന്നാൽ അതിൽ അതിര് കവിയുകയില്ല എന്നുള്ളതാണ്. ഇതേത് രീതിയിൽ നോക്കിയാലും സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ മധ്യമമായ നിലപാട് എല്ലാത്തിലും സ്വീകരിക്കുന്നതാണ്. അവിടെ പ്രത്യേകം മനസ്സിലാക്കുക, മധ്യമമായ നിലപാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നടുക്കാണ് എന്നുള്ളതല്ല. മദ്യം എന്ന് പറയുന്നത് അറ്റം വളർന്നിട്ട് അതിൻ്റെ നടുവിലാണ് എന്നുള്ളതല്ല, മറിച്ച് അത് സത്യത്തിനോട് അടുക്കുന്ന കാര്യമായിരിക്കും. ആ സത്യത്തെ പരിശോധിച്ചാലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അതിര് കവിച്ചലിനും അതുപോലെ അലംഭാവത്തിനും മധ്യയാണ് എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതല്ല, ചില ആളുകൾ എല്ലാത്തിനും അങ്ങനെ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഗവേഷണം നടത്തും. ചിലർ പറയും എന്താണ്, താടി വടിക്കൽ നിഷിദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും, താടി നീട്ടി വളർത്തണം എന്ന് മനസ്സിലാക്കും. അപ്പോൾ ചിലരെന്താ, ഞാൻ മധ്യമ നിലപാടെടുക്കുക, വടിക്കൊന്നുമില്ല, നീട്ടി വളർത്തുന്നില്ല, ഞാനൊരു കുറ്റിയാക്കി വളർത്താം. ഇതാണോ മധ്യമ നിലപാട്? അല്ല. മധ്യമ നിലപാട് അവിടെ എന്താണോ തെളിവിനോട് യോജിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, വഫിറുൽ ലിഹ, താടി സമൃദ്ധമായി വളർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കതാണത്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് മനസ്സിലാക്കിയത് ഒരു പിടിയെങ്കിലും വെക്കണമെന്നുള്ളതാണ്. അതാണ് മധ്യമ നിലപാട്. അതിനപ്പുറത്തേക്ക് പോകുക എന്നുള്ളത് മധ്യമ നിലപാടല്ല. ഒന്നുകിൽ വിട്ടേക്കുക, അല്ലെങ്കിൽ ഒരു പിടിയെങ്കിലും അത് താടി വെക്കുക. അതിനപ്പുറത്തേക്ക് ഒരാൾ ഞാൻ വടിക്കുന്നില്ല, ഞാൻ കുറ്റിയാക്കി വെക്കുക എന്ന് പറയുന്നത് മധ്യമ നിലപാടല്ല. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. മധ്യമ നിലപാടെന്ന് പറയുന്നത് അത് തെളിവിനോട് യോജിക്കുന്ന നിലപാടാണ്. അതല്ലാതെ ഓരോരുത്തരും ഗവേഷണം കൂട്ടിയിട്ട് അത് പകുതിയാക്കുക, അങ്ങനെയുള്ളതല്ല സഹോദരങ്ങളെ മധ്യമ നിലപാട് എന്ന് പറയുന്നത്. അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ സഹോദരങ്ങളെ, അവർ നാടുകളിൽ ഭിന്നതകൾ ഉണ്ടാക്കാത്തവരും സ്ഥായിയായ നിലപാടുള്ളവരുമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅ അന്നഹും അഹ്ലു ഇഖ്തിലാഫിൻ വത്തിഫാഖ്, അവർ ഐക്യമുണ്ടാക്കുന്ന ആളുകളാണ്. വസബാത്തിൻ വസ്തിഖ്റാറിൻ അലൽ ഹഖ്, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, മാറ്റി മാറ്റി പറയുന്ന ആളുകളല്ല. ഇന്നലെ സഹോദരങ്ങളൊന്ന് തൗഹീദായി പറഞ്ഞ നാളെ അതിനെ ഷിർക്കാക്കി പറയുകയില്ല. ഇന്നലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണങ്ങളെ വ്യാഖ്യാനിച്ചിട്ട് നാളെ അതിനെ സ്ഥിരപ്പെടുത്തുന്നവരല്ല. അവർ വളരെ കൃത്യമായി ഖുർആനിനും, കാരണം അവരുടെ ഗവേഷണങ്ങൾക്കനുസരിച്ചിട്ടല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ഇതെന്തുകൊണ്ടാണ് ഈ പറഞ്ഞത്? ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഫിഖ്ഹിയായ മസ്അലകളുടെ വിഷയമല്ല ഇത്. മറിച്ച് ബാത്തിലിൻ്റെ ആളുകൾ, അവരുടെ ഗവേഷണങ്ങൾക്ക്, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ, അശ്അരികളും അഹ്ലുൽ കലാമിൻ്റെ ഒക്കെ ആളുകൾ, അവരിങ്ങനെ ചിന്തിച്ച് ഗവേഷണം നടത്തിയിട്ട് ഓരോ തീരുമാനങ്ങളെടുക്കും. അങ്ങനെ അവരുടെ അഭിപ്രായം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അവർ ഐക്യത്തിലോ അല്ലെങ്കിൽ ഒരു ഉറച്ച നിലപാടിലോ ആയിരിക്കുകയില്ല. അവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അവരുടെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും.
ബിദ്അത്തുകാർ ഒരാൾ മറ്റൊരാളെ ബിദ്അത്തുകാരനാക്കും, അയാൾ ഇങ്ങോട്ട് ബിദ്അത്തുകാരനാക്കും. നമ്മൾ നാട്ടിലെ ത്വരീഖത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ മതി. ഒരു ത്വരീഖത്ത് വേറൊരു ത്വരീഖത്തിനെ എന്ത് ചെയ്യും? ദലാലത്തിലാണെന്ന് പറയും. അവർ ഇപ്പുറത്തെ ആളുകളെ ദലാലത്തിലാണെന്ന് പറയും. ഖവാരിജുകൾ എടുത്തു നോക്കിയാൽ മതി. ഖവാരിജുകൾ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പ് കാഫിറാണെന്ന് പറയും. ISIS പറയും ജബഹത്തുൻ നുസ്ര കാഫിറുകളാണ്, അവർ പറയും താലിബാൻ കാഫിറാണ്, അവർ പറയും അൽ ഖാഇദ കാഫിറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കാഫിറാക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഇത് ബിദ്അത്തുകാരാണ്, ഇതെല്ലാം ബിദ്അത്തുകാരാണ്. അതുകൊണ്ട് അവർക്ക് ഐക്യമുണ്ടാവുകയില്ല. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ ലോകത്തെവിടെയായിരുന്നാലും അവർ പറയുന്ന വിശ്വാസം ഒരേ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത് പറയുന്നത് പോലെ ഉണ്ടാകും. അവരെല്ലാവരും ഒരൊറ്റ ബെഞ്ചിലിരുന്ന് പഠിച്ചതുപോലെ ഉണ്ടാകും. കിഴക്കുള്ളൊരു പണ്ഡിതനാകട്ടെ പടിഞ്ഞാറുള്ള പണ്ഡിതനാകട്ടെ, അവർ ഒരു വിശ്വാസ കാര്യം പറഞ്ഞാൽ, തൗഹീദിനെ കുറിച്ച് പറഞ്ഞാൽ അത് രണ്ടഭിപ്രായം ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ അസ്മാ സിഫാത്തിനെ കുറിച്ച് അവർ സംസാരിച്ചാൽ രണ്ടഭിപ്രായം അതിലുണ്ടാവുകയില്ല. വളരെ കൃത്യമായിട്ടായിരിക്കും വിശ്വാസ കാര്യങ്ങൾ പറയുക. എന്നാൽ സഹോദരങ്ങളെ, മറ്റു മസായിലുകളായ കാര്യങ്ങൾ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ്. കാരണം അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക്, ഗവേഷണങ്ങൾക്ക് സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബികൾക്കിടയിൽ പോലും അത്തരം കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരേ വിഷയത്തിൽ തന്നെ രണ്ട് സ്വഹാബികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. അവർക്ക് കിട്ടിയ തെളിവിൻ്റെയും അവരുടെ ഗവേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാറാവുന്നതാണ്. അത് മാറുന്നതിനെ കുറിച്ചിട്ടല്ല, അവർ ഉറച്ച നിലപാടിലല്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം, മറിച്ച് വിശ്വാസ കാര്യങ്ങൾ അത് സ്വഹാബികളുടെ മൻഹജ് സ്വീകരിക്കാതെ അഖ്ലിനെയും ബുദ്ധിയെയും ഫിലോസഫിയുമൊക്കെ അവർ അവലംബിച്ചുകൊണ്ട് സഹോദരങ്ങളെ വഴികേടിൻ്റെ മാർഗങ്ങളെ സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പണ്ഡിതന്മാർ പറഞ്ഞു, അന്നഹും യശ്തഗിലൂന ബി ഇഖാമത്തി ദീൻ ബി ത്വലബിൽ ഇൽമി ശർഇ വ തത്ബീഖിഹി. അവർ ഈ ദീൻ നിലനിർത്തുന്നത് സഹോദരങ്ങളെ ഇൽമി ശർഇയായ ഇൽമ് അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തതുകൊണ്ടാണെന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അവർ ദീനി വിജ്ഞാനം എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. കാരണം ആ ദീനി വിജ്ഞാനത്തിലൂടെയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിയാവണ്ണം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത്. അള്ളാഹ് നന്നായി ഇബാദത്ത് ചെയ്യണമെങ്കിൽ, ഓരോ വിഷയത്തിലും ശരിയുടെ മാർഗം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ ദീന് പഠിക്കണം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടയാളമാണ്. അവരേത് കാലത്തും അള്ളാഹിൻ്റെ ദീന് പഠിക്കുന്നവരാണ്. അത് പഠിക്കാതെ മാറിയിരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ സുന്നത്ത് ജമാഅത്തിൻ്റെ അടയാളമല്ല. നിങ്ങൾ എവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും സാധിക്കും. വ്യത്യസ്ത ബിദ്അത്തുകാരെ കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും വഴിവെച്ച ആളുകൾ ഈ ദീനി വിജ്ഞാനത്തിന് ഏറ്റവും ബഹുദൂരം നിൽക്കുന്ന ആളുകളായിരിക്കും. ഹക്കിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആളുകളെ നോക്കിയാൽ അവർ ഈ ദീനി വിജ്ഞാനത്തോട് അല്പമെങ്കിലും അടുപ്പമുള്ള ആളുകളായിരിക്കും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എത്രത്തോളം ദീന് പഠിക്കുന്നതിൽ നിന്ന്, ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന്, ഹദീസുകൾ പഠിക്കുന്നതിൽ നിന്ന് ആളുകൾ അകലുന്നുവോ അത്രയും താഴെയായിരിക്കും അവൻ്റെ സ്ഥാനം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് ബഹുദൂരം അകലെയായിരിക്കും അവൻ്റെ സ്ഥാനം ഉണ്ടാകുക. അവൻ എത്രത്തോളം ദീന് പഠിക്കുന്നുവോ, എത്രത്തോളം ഹദീസുകൾ പഠിക്കുന്നുവോ, അവൻ അത്രത്തോളം സഹോദരങ്ങളെ അവൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് അടുത്തു വരുന്നത് കാണാൻ സാധിക്കും. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്, എപ്പോഴും ദീന് പഠിക്കുക എന്നുള്ളത്. കാരണം ഇബാദത്തുകൾ നന്നാക്കേണ്ടതുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്, ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ദീനി വിജ്ഞാനത്തിലൂടെ അല്ലാതെ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അവസാനമായി സഹോദരങ്ങളെ, മൻഹജു അഹ്ലുസുന്ന ഫിൽ ഇസ്ലാഹ്, അവർ ഇസ്ലാഹ് നടത്തുന്നതിൽ, ആളുകൾക്കിടയിലുള്ള കുഴപ്പങ്ങൾ നന്നാക്കുന്ന കാര്യത്തിൽ അവരുടെ മാർഗം എന്ന് പറയുന്നത് അവരാദ്യം തൗഹീദ് കൊണ്ട് ആരംഭിക്കുമെന്നുള്ളതാണ്. തൗഹീദ് കൊണ്ടാണ് അവർ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ വിഷയം നന്നാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പരമപ്രധാനമായ ലക്ഷണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒരു വിഭാഗമാണെങ്കിൽ അവരൊരു നാട്ടിലേക്ക് ദഅവത്തിന് പോയാൽ അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെയും സഹായം തേടുന്നതിനെയും ആയിരിക്കും അവരാദ്യമായി നേരിടുക. ആ വിഷയമായിരിക്കും അവരാദ്യമായി നന്നാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ്. കാരണം അടിസ്ഥാനം നന്നാകാതെ നിസ്കരിപ്പിച്ചത് കൊണ്ടോ നോമ്പെടുപ്പിച്ചത് കൊണ്ടോ അവനെ കൊണ്ട് ഒരുപാട് ദാനധർമ്മം ചെയ്യിപ്പിച്ചത് കൊണ്ടോ യാതൊരു കാര്യമില്ല. അവരുടെ അടിസ്ഥാനം നന്നാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രഥമ പരിഗണന അവർ തൗഹീദ് ശരിയാക്കുന്നതിനാണ് തുടങ്ങുക. അതുപോലെ അവരുടെ നന്മ അവർ നന്നാക്കുന്നത് അൽ ഇസ്ലാഹു യബ്ദഉ മിനൽ ഫർദ്, അവർ സ്വന്തത്തിൽ നിന്നാണ്, വ്യക്തിയിൽ നിന്നാണ് അവർ ആരംഭിക്കുക. ലാ മിനൽ മുജ്തമ, സമൂഹത്തിൽ നിന്നല്ല. ഇന്ന് തലതിരിഞ്ഞ ആളുകളുണ്ട്. അവർക്ക് ആദ്യം നന്നാക്കേണ്ടത് ഭരണാധികാരിയാണ്, ആദ്യം നന്നാക്കേണ്ടത് സമൂഹത്തെയാണ്. അവരുടെ വീട്ടിൽ ചിലപ്പോൾ സുന്നത്ത് പാലിക്കുന്നുണ്ടാവില്ല, വീട്ടിലുള്ള ആളുകൾക്ക് സുന്നത്ത് വ്യക്തമായി അറിയുന്നുണ്ടാവില്ല. അവർക്ക് ഏറ്റവും ആദ്യം നന്നാക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കും. ആ ഭരണം അടിമറിച്ചിടുക, അതാണ് ഇവരുടെ ആദ്യത്തെ നന്നാക്കൽ. ആ ഭരണം നന്നായാലേ എല്ലാം നന്നാകൂ എന്ന തലതിരിഞ്ഞ ദഅവത്തിൻ്റെ രീതിയാണ് ഇഖ്വാനുൽ മുസ്ലിമൂനിൻ്റെയൊക്കെ പോലെയുള്ള ദഅവത്തിൻ്റെ രീതി. അതങ്ങനെയാണ്, അവരങ്ങനെയാണ് തുടങ്ങുന്നത്. ആദ്യം ഭരണാധികാരിയിൽ നിന്ന് പിന്നെ താഴെയുള്ള ആളുകൾ. അവൻ്റെ വീട്ടിൽ സുന്നത്ത് ഉണ്ടാവില്ല,
ഒരു വീട്ടിലൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് അവനുണ്ടാക്കാൻ സാധിക്കുകയില്ല. അവൻ രാജ്യം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്നാണ്. അതുകൊണ്ട് ഭരണാധികാരി കാഫിറാണ് എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ തിരിയുക എന്നുള്ളതായിരിക്കും അവരുടെ ദഅവത്ത്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ദഅവത്ത് അങ്ങനെയല്ല. അത് വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുക, വീട്ടിൽ നിന്നാണ് ആരംഭിക്കുക, അവൻ്റെ സമൂഹത്തിൽ നിന്നാണ് ആരംഭിക്കുക. അങ്ങനെയാണ് ഉത്തമമായ സമുദായത്തെ അവർ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട നന്നാക്കുന്നതിന് മുമ്പ് അവർ ശ്രദ്ധിക്കുന്ന കാര്യമാണ് അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. അവർ പറയുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും മുമ്പിൽ കൃത്യമായ അറിവ് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ദഅവത്തിന് അവർ പുറപ്പെടുന്ന സമയത്ത് ദീന് കൃത്യമായി അവർ പഠിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ്. ഇതൊക്കെ സഹോദരങ്ങളെ അവരുടെ ഏതാനും ചില അടയാളങ്ങളും അവരുടെ കാര്യങ്ങളും മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.